പ്രയർ ആരും പറഞ്ഞിട്ടില്ല. തോട്ട് ഓഫ് ദ ഡേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പ്രയർ ആരും പറഞ്ഞിട്ടല്ലേ? തുടങ്ങാം. യെസ്, ഞാൻ തന്നെ. ഹൃദയരാഗതന്ത്രി മീട്ടി സ്നേഹഗീതമേകിയും കർമ്മഭൂമി തളിരിടുന്ന വർണ്ണമേകിയും നമ്മിൽ വാഴുമാദിനാമം ഇന്നു വാഴ്ത്തിടാം. ഞങ്ങൾ പാടുമീ സ്വരങ്ങൾ കീർത്തനങ്ങളാകണേ, ചൂടുവയ്ക്കുമീ പദങ്ങൾ നൃത്തലോലമാകണേ. കുഞ്ഞു വീടിന് കളങ്ങൾ സ്വർഗമാകണേ. അമ്മ നൽകുമുമ്മ പോലും അമൃതമാകണേ. പൂർണ്ണമീ ചരാചരങ്ങൾ ഗുരുവരങ്ങളാകണേ. Thought of the day. okay. Good morning, I'm Shabana. Through today's thought, leave us if you were to die tomorrow, learn us if you were to live forever. Mahatma Gandhi. പ്രയർ ആരായിരുന്നു ഇന്ന്? പ്രയർ കഴിഞ്ഞായിരുന്നു. പ്രയറും തോട്ടത്തിന്റെയും കഴിഞ്ഞു. ഓക്കെ ഓക്കെ ഓക്കെ, ഞാനിപ്പോ ജോയിൻ ചെയ്തതാണ്. ഓക്കെ. നമുക്ക് ഈ കലണ്ടറിൽ അവധി കിട്ടോ? അന്ന് ക്ലാസ് ഉണ്ടായിരിക്കുമോ? ആർക്കെങ്കിലും അറിയാവോ?
പബ്ലിക് ഹോളിഡേ ഒന്നും ക്ലാസ് ഉണ്ടാവില്ല എന്ന് തോന്നുന്നു. വർക്കിംഗ് ഡേയ്സിലേ ഉണ്ടാവാൻ ചാൻസ് ഉള്ളൂ. ഇന്ന് നമുക്ക് ജിഷ മാമിന്റെ ക്ലാസ് അല്ലേ? അതെ, ജിഷ മാമിന്റെ ക്ലാസ്. Good morning. Good morning. Good morning, ma'am. Morning, ma'am. Good morning, miss. Morning. Morning. Good morning, ma'am. Good morning, miss. Very good morning to all of you. നിങ്ങൾ prayer എല്ലാം കഴിഞ്ഞോ? Yes. പ്രയറും ഡേയും കഴിഞ്ഞു, സൈനിങ് കഴിഞ്ഞിട്ടില്ല. ഓക്കെ, ആരാ സൈൻ ചെയ്തു? Good morning, ma'am. The kind monkey. ഒരു സ്റ്റോറി പറയാൻ പോകുന്നത്. The kind monkey. One day, a monkey saw a small bird with a broken wing. The bird could not fly. The monkey picked some leaves and made a soft bed for the bird. It gave the bird fruits to eat. The bird was happy and said, "Thank you for helping me." After a few days, the bird's wing healed and it flew away happily. The monkey smiled, knowing it had done something good. Moral: always be kind to others. Thank you. Okay, very good. Kindness. ഓക്കെ, ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എന്തായിരുന്നു പറഞ്ഞത്? വെൽനെസിന്റെ എല്ലാ ഡയമെൻഷൻസും പറഞ്ഞോ? കഴിഞ്ഞോ? അത് ക്ലൈമറ്റ് വെൽനെസ് വരെ പറഞ്ഞിരുന്നോ? ഫസ്റ്റ് യൂണിറ്റ് കംപ്ലീറ്റ് ആയോ? കംപ്ലീറ്റ് ആയിരുന്നു. ആക്ടിവിറ്റി ഇത് ചെയ്യാനുള്ളതും പറഞ്ഞായിരുന്നു. അപ്പൊ നീ സെക്കൻഡ് യൂണിറ്റ് ആണോ നമ്മൾ എടുക്കണ്ടേ? അതെ മാം. അല്ലേ? മാം, ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? ചോദിക്കൂ. മാം, അസൈൻമെന്റ് തന്നില്ലായിരുന്നോ? ആ. അപ്പൊ നമ്മൾ അസൈൻമെന്റിനായിട്ട് സെപ്പറേറ്റ് ഒരു ബുക്ക് കരുതി വെക്കണോ? അങ്ങനെ ബുക്ക് ഉണ്ടെങ്കിൽ അത് നല്ലതായിരിക്കും. ഒരു ഡയറി ആണെങ്കിലും മതി, വേറൊന്നും എഴുതാത്ത ഒരെണ്ണം. അപ്പൊ ഓരോന്നിനും ഓരോ സബ്ജക്റ്റിനും അസൈൻമെന്റ് കാണുമല്ലോ, ഓരോന്നിനും ഓരോ ബുക്സ് വേണോ? വേണ്ട, കാരണം നമ്മൾ അപ്ലോഡ് ചെയ്യുക അല്ലെങ്കിൽ ഒക്കെ ചെയ്യുന്നത് അതിന്റെ ഇമേജ് എടുത്തിട്ടല്ലേ ആയിട്ട് നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നില്ലല്ലോ. അപ്പൊ നമ്മൾ അതിനനുസരിച്ച് ടോപ്പിക്കും ബുക്ക് മാർക്കൊക്കെ വെച്ചാൽ മതി. കാരണം ചിലപ്പം ഒരു ടീച്ചർ 2 എണ്ണായിരിക്കും തരുന്നത്, ചിലപ്പോൾ 3 എണ്ണായിരിക്കും തരുന്നത്. അപ്പൊ ഓരോ ബുക്ക് ആവുമ്പോൾ നിങ്ങൾക്ക് അതിലൊക്കെ എക്സ്ട്രാ പേജസ് വരും. അപ്പൊ 4 us ഓക്കെ, ഒരു ബുക്കിലെ എല്ലാ അസൈൻമെന്റും നമ്മുടെ ഒരു കോഴ്സ് ആണല്ലോ, ഒരു അസൈൻമെന്റ് ആയിട്ട് ചെയ്താൽ മതി. ലൂസ് പേപ്പറിൽ ചെയ്യാൻ അത്ര പ്രൊമോട്ട് ചെയ്തിട്ട് വേറെ ഒന്നും അല്ലാതെ നമുക്ക് മിസ്സായി പോകും. അല്ലെങ്കിൽ നല്ലപോലെ
ഫയൽ ചെയ്ത് വെക്കണം. ചില കുട്ടികൾ സ്പൈറൽ ബൈൻഡ് ഒക്കെ ചെയ്ത് വെക്കുന്ന കാണാം. അപ്പൊ അത്രയൊന്നും സ്പെൻഡ് ചെയ്യണ്ടെന്ന് വെച്ചിട്ടാണ് നമ്മൾ ഇങ്ങനെ പറഞ്ഞത്. നോട്ട്ബുക്ക് ആകുമ്പോൾ അധികം കോസ്റ്റ് വരുന്നില്ലല്ലോ. പിന്നെ ഈ ബി.എഡിനൊക്കെ റെക്കോർഡ് ഇല്ലേ, നമുക്ക് അതുപോലെ റെക്കോർഡ് ഉണ്ടാവോ? യെസ്, നിങ്ങൾക്ക് റെക്കോർഡ് ഉണ്ട്. 5 റെക്കോർഡ് ഉണ്ട്. 5 റെക്കോർഡ് ഉണ്ടല്ലേ? അത് എങ്ങനെയാ, നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് റെക്കോർഡ് തരുമോ, അത് നമ്മൾ റെക്കോർഡ് ബുക്കായിട്ട് മേടിക്കണോ? നിങ്ങൾ വാങ്ങിക്കണം. അനു ബി.എഡ് ആണോ? അല്ലല്ല മിസ് അല്ല, ഞാൻ MSc ആണ്. ഓക്കെ. അപ്പൊ അനു അത് ചോദിച്ചത് കാരണം നമുക്ക് റെക്കോർഡിന്റെ ഡീറ്റെയിൽസ് തരാം. അപ്പൊ നിങ്ങൾക്ക് പതുക്കെ റെക്കോർഡ് ബുക്ക് ഒക്കെ വാങ്ങിച്ച് എഴുതി തുടങ്ങും. കാരണം ഫസ്റ്റ് പാർട്ടൊക്കെ എടുക്കുമ്പോൾ അധികം നമുക്ക് ഇത്തിരി കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടതല്ല, അധികം ടഫ് ആയിട്ടുള്ള ടോപ്പിക്സ് ഒന്നുമില്ല. നമ്മൾ ഡെയിലി നമ്മൾ കണക്ട് ചെയ്യുന്ന പല കാര്യങ്ങളുമാണ്. നമ്മൾ അതിനെപ്പറ്റി ഒന്നുകൂടെ ചിന്തിക്കുന്നു അല്ലെ. ഹെൽത്തിനെ കുറിച്ചും ഹൈജീനിനെ കുറിച്ചും നമ്മുടെ ഹെൽത്തിനെ കുറിച്ചും നമ്മുടെ ചുറ്റുമുള്ളവരുടെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇപ്പോഴേ അത് റെക്കോർഡ് റൈറ്റിംഗ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഫൈനൽ ആവുമ്പോഴേക്കും ലാസ്റ്റ് ആവുമ്പോഴേക്കും ഒത്തിരി സ്ട്രഗിൾ ചെയ്യേണ്ടതില്ല. അപ്പൊ ഞാൻ അതിന്റെ ഡീറ്റെയിൽസ് ഇന്ന് ഞാൻ 2 റെക്കോർഡിന്റെ ഡീറ്റെയിൽസ് ഇന്ന് തരാം. അപ്പോൾ റെക്കോർഡ് ബുക്ക് വാങ്ങിച്ച് പതുക്കെ എഴുതാൻ തുടങ്ങിക്കോളൂ കേട്ടോ. നമുക്ക് 5 എണ്ണം ഉണ്ട്. അതിലെ 2 എണ്ണമാണ് ആദ്യം തരുന്നത്. അത് കഴിയുമ്പോൾ 2 എണ്ണം തരും. പിന്നെ ലാസ്റ്റ് റെക്കോർഡ് ബുക്കിന്റെ ഒരു കോപ്പി, സ്കാൻഡ് കോപ്പി നമ്മൾ ഷെയർ ചെയ്യും. അത് ഡോക്ടർ മറിയ മോണ്ടിസോറി ഡിസൈൻ ചെയ്ത മോണ്ടിസോറി മെറ്റീരിയൽസിനെ കുറിച്ചിട്ടുള്ള റെക്കോർഡ് ബുക്കാണത്. അതായത് നിങ്ങൾ സിലബസ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ മോഡ്യൂൾ 3 ആണ് ആ റെക്കോർഡ് ബുക്ക്. മോഡ്യൂൾ 3 നമുക്ക് പ്രാക്ടിക്കലാണ്, അതിന് തിയറി എക്സാം ഇല്ല. മനസ്സിലായോ? തിയറി എക്സാം മെയിൻലി ഓൺ മോഡ്യൂൾ 1 ആൻഡ് മോഡ്യൂൾ 2. മോഡ്യൂൾ 2 ഇംഗ്ലീഷ് ആണ്. അപ്പൊ എന്നാലും അത് പറഞ്ഞത് കാരണം നമുക്ക് ഞാൻ റെക്കോർഡിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് തരാം. അപ്പൊ ഫസ്റ്റ് യൂണിറ്റ് കഴിഞ്ഞ് എന്നാൽ സെക്കൻഡ് യൂണിറ്റ് തീരാറാകുമ്പോൾ തരാന്നൊക്കെ വിചാരിച്ചു. പക്ഷെ നമുക്ക് നോക്കാം. ആദ്യം ഞാൻ അതിന്റെ ഡീറ്റെയിൽസ് എന്താണ്, റെക്കോർഡ് ബുക്ക് എത്ര എണ്ണം ഉണ്ട്, അതിന്റെ ഓരോന്നിന്റെ ടൈറ്റിൽ എന്താണെന്നുള്ള ഡീറ്റെയിൽസ് ഞാനിപ്പോ ഷെയർ ചെയ്യാം. അതിനുശേഷം എങ്ങനെയുള്ള റെക്കോർഡ് ബുക്ക് വാങ്ങണമെന്ന് പറയാം. ഇത് നിങ്ങൾക്ക് ക്ലാസ് റൂമിലേക്ക് ഷെയർ ചെയ്ത് തരൂ കേട്ടോ, ഈ ഒരു PDF. നമുക്ക് 5 റെക്കോർഡ് ബുക്കാണുള്ളത്. അതിന്റെ ടൈറ്റിൽ കാണാൻ പറ്റുന്നില്ലേ? ഓരോന്നും ഒന്ന് വായിച്ചു നോക്കിക്കോളൂ. ഓരോ റെക്കോർഡ് ബുക്കിന്റെയും ടൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഞാനിപ്പോ ഡീറ്റെയിൽസ് ഷെയർ ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് വണ്ണിന്റെ മൈ കളക്ഷൻ ബുക്ക്, അത് കഴിയുമ്പോൾ 4th വൺ പസിൽസ് ആൻഡ് അതർ കിഡ്സ് ആക്ടിവിറ്റി ബുക്ക്. ഈ 2 റെക്കോർഡ് ബുക്കിന്റെ ആയിരിക്കും ഞാനിപ്പോ ഷെയർ ചെയ്യാൻ പോകുന്നത്. അത് കഴിയുമ്പോൾ, അത് നിങ്ങൾ ഫിനിഷ് ആയി എന്ന് ഉറപ്പ് വരുമ്പോൾ മാത്രമാണ് സെക്കൻഡും തേർഡും അതിന്റെ ഡീറ്റെയിൽസ് ഷെയർ ചെയ്യുന്നത്. പിന്നെ ലാസ്റ്റ് മോഡ്യൂൾ 3 ആകാറാവുമ്പോൾ നമ്മൾ ഇതിന്റെ ഒരു കോപ്പി, സ്കാൻഡ് കോപ്പി തരും. അത് നോക്കി നിങ്ങളുടെ റെക്കോർഡ് ബുക്കിലേക്ക് കോപ്പി ചെയ്ത് വെച്ചാൽ മതി. ഓക്കെ, ഫസ്റ്റ് റെക്കോർഡ് ക്ലിയർ ആയോ പറഞ്ഞത്? നമ്മള് ഫസ്റ്റ് റെക്കോർഡ് ബുക്കിന്റെ പേര് മൈ കളക്ഷൻ ബുക്ക്. ഓക്കെ, ഇനി എങ്ങനെയുള്ള റെക്കോർഡ് ബുക്ക് വാങ്ങണം എന്നുള്ളത് ഞാനൊന്ന് പറയാട്ടോ. മാം അതേമാതിരി എല്ലാ സബ്ജക്റ്റിനും ഉണ്ടാവില്ലേ ഇതേമാതിരി 5 എണ്ണം വീതം? ഇല്ല, ഇത് ടോട്ടൽ നിങ്ങളുടെ മോണ്ടിസോറി കോഴ്സിന് വേണ്ടുന്ന റെക്കോർഡ് ബുക്കുകളാണ്. മനസ്സിലായോ? മാം ഗുഡ് മോർണിംഗ് മാം. മാം എനിക്ക് ടെക്സ്റ്റ് ബുക്ക് കിട്ടിയിട്ടില്ല, അപ്പം ഇത് ചെയ്യാൻ പറ്റുമോ റെക്കോർഡ്സ്? തീർച്ചയായിട്ടും ടെക്സ്റ്റ് ബുക്കിൽ ഇതുമായിട്ട് കണക്ട് ചെയ്യുന്നതൊന്നുമില്ല. ഈ ഡേറ്റ നിങ്ങൾക്ക് തരും, ഞാൻ ക്ലാസ്സിൽ ഡീറ്റെയിൽസ് തരും, ഈ ഒരു PDF അയച്ചു തരും. ഇത് മതി റെക്കോർഡ് ബുക്ക് എഴുതാനായിട്ട്. ഓക്കെ മാം. പ്രാക്ടിക്കൽസ് ആണ്. എങ്ങനെയുള്ള റെക്കോർഡ് ബുക്ക് വാങ്ങണമെന്ന് പറയാം. ഞാനിപ്പോ പറയാൻ പോകുന്ന ഫസ്റ്റും 4th ഇതിന് നമുക്ക് എഴുതാൻ കാര്യമായിട്ടൊന്നുമില്ല. പിക്ചേഴ്സ് വരയ്ക്കുക, പിക്ചേഴ്സ് ഒട്ടിക്കുക, പിക്ചേഴ്സ് കളക്ട് ചെയ്ത് ഒട്ടിക്കുക, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പൊ അതിന് നമ്മൾക്ക് 2 സൈഡും പ്ലെയിൻ ആണെങ്കിൽ നന്നായിരിക്കും.
കാരണം ലൈൻ ഉള്ളതിന്റെ മുകളിൽ കൂടെ വരയ്ക്കുമ്പോൾ ഒരു സുഖം ഉണ്ടാവില്ല അല്ലെ? മനസ്സിലായോ? ഇങ്ങനെ രണ്ട് സൈഡും പ്ലെയിൻ ആയിട്ട് വരുന്ന ബുക്കാണെങ്കിൽ നന്നായിരിക്കും. ഫസ്റ്റിനും ഫോർത്തിനും കേട്ടോ. ഏതൊക്കെ പറഞ്ഞേ? മൈ കളക്ഷൻ ബുക്കിനും ഫോർത്ത് വൺ പസിൽസ് ആൻഡ് അതർ കിഡ്സ് ആക്ടിവിറ്റി ബുക്ക് എന്ന് പറഞ്ഞിട്ടാണ് ഫോർത്ത് വൺ ഒന്ന് കാണിച്ചു തരാം. ഫസ്റ്റ് വൺ മൈ കളക്ഷൻ ബുക്ക്, ഫോർത്ത് വൺ പസിൽസ് ആൻഡ് അതർ കിഡ്സ് ആക്ടിവിറ്റി ബുക്ക്. പസിൽസ് ആൻഡ് അതർ കിഡ്സ് ആക്ടിവിറ്റി ബുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ആക്ടിവിറ്റി ബുക്കൊക്കെ വാങ്ങിച്ചു കൊടുക്കില്ലേ, കളിക്കുടുക്ക, മാജിക് ബോട്ടൊക്കെ പോലത്തെ, അതുപോലെ തന്നെയാണ് പസിൽസ് ആൻഡ് അതർ കിഡ്സ് ആക്ടിവിറ്റി ബുക്ക്. അതില് ആ മാഗസീൻസിലൊക്കെ വരുന്ന ആക്ടിവിറ്റീസ് ഒക്കെ, വഴി കണ്ടുപിടിക്കുക, പിന്നെ ഡോട്ട്സിലൂടെ ജോയിൻ ചെയ്ത് പിക്ചർ കംപ്ലീറ്റ് ചെയ്യുക, നമ്പറിലൂടെ ജോയിൻ ചെയ്ത് പിക്ചർ കംപ്ലീറ്റ് ചെയ്യുക, ആൽഫബറ്റ്സിലൂടെ ജോയിൻ ചെയ്ത് പിക്ചർ കംപ്ലീറ്റ് ചെയ്യുക, കളർ ചെയ്യുക, ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള പിക്ചർ കംപ്ലീറ്റ് ചെയ്യുക, ഒരു പിക്ചർ തന്നിട്ട് ആ പിക്ചർ നോക്കി അതുപോലെ തന്നെ വരയ്ക്കുക, പിന്നെ ഈസി വേ ഓഫ് ഡ്രോയിങ്, അങ്ങനത്തെ കുറെ ആക്ടിവിറ്റീസ് ഉണ്ടോ. അതൊക്കെയാണ് ഈ പസിൽസ് ആൻഡ് അതർ കിഡ്സ് ആക്ടിവിറ്റി ബുക്കിൽ വരുന്നത്. മൈ കളക്ഷൻ ബുക്കിൽ നമ്മൾ കുറെ പിക്ചേഴ്സ് കളക്ട് ചെയ്യുവാണ്. അത് നിങ്ങൾക്ക് വരയ്ക്കാം, അല്ലാതെ തന്നെ എവിടെന്നെങ്കിലും കളക്ട് ചെയ്ത് കട്ട് ആൻഡ് പേസ്റ്റ് ചെയ്യാം, അങ്ങനെയും ചെയ്യാം. അപ്പൊ ഇതിന് രണ്ടിനും നമുക്ക് രണ്ട് സൈഡും പ്ലെയിൻ ആയ റെക്കോർഡ് ബുക്ക് ആണെങ്കിൽ കുറച്ചുകൂടെ നന്നായിരിക്കും. കാരണം ലൈൻ ഉള്ളതിന്റെ മുകളിൽ വരയ്ക്കുകയോ പിക്ചർ ഒട്ടിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും ആ ലൈൻ ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് കാണാനായിട്ട് പറ്റും. അപ്പൊ കുറച്ചുകൂടെ നീറ്റ് ആയിട്ട് നമുക്ക് തോന്നുന്ന ഇതുപോലുള്ള റെക്കോർഡ് ബുക്കുകളായിരിക്കും. ഇപ്പൊ പിക്ചേഴ്സ് ഒക്കെ വരയ്ക്കുമ്പോൾ നമുക്ക് പ്ലെയിൻ ആയിട്ടുള്ളതിലാവുമ്പോൾ കുറച്ചുകൂടെ നല്ല എളുപ്പമായിട്ട് തോന്നുമല്ലോ. ലൈൻ ഉള്ളതിൽ പിക്ചർ വരയ്ക്കുമ്പം ആകെ ഒരു കൺഫ്യൂസിങ് ഉണ്ട്. അതുകൊണ്ടാണ് ഈ രണ്ട് റെക്കോർഡും രണ്ട് സൈഡും പ്ലെയിൻ ആണെങ്കിൽ നന്നായിരിക്കും എന്ന് പറഞ്ഞത്. മറ്റേത് ഞാൻ കാണിച്ചു തരാം ഒരു മിനിറ്റ്. എടുത്ത റെക്കോർഡ് മാറിപ്പോയി. ഇതുപോലെ ഒരു സൈഡ് റൂൾഡും ഒരു സൈഡ് പ്ലെയിനും ആണെങ്കിൽ നമുക്ക് എഴുതാം. അതിന് കറസ്പോണ്ടിങ് പിക്ചേഴ്സ് ലെഫ്റ്റ് സൈഡിൽ ഒട്ടിക്കാം കേട്ടോ. ഇവിടെ റൈറ്റിംഗ് നടത്താം, ഇവിടെ അത് ഒട്ടിക്കുകയും ചെയ്യാം. ഓക്കെ, സോ ഇങ്ങനത്തെ ഒരു സൈഡ് പ്ലെയിനും ഒരു സൈഡ് റൂൾഡും ആണെങ്കിൽ, പിന്നെ നിങ്ങൾ 5 റെക്കോർഡും രണ്ട് സൈഡ് പ്ലെയിൻ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. എനിക്ക് പ്ലെയിൻ ആയിട്ടുള്ളതിൽ എഴുതാൻ അത്ര കോൺഫിഡൻസ് ഇല്ല, അതുകൊണ്ടാണ് ഞാൻ ഇത് പ്രിഫർ ചെയ്തത്. ഞങ്ങൾക്ക് തന്ന ഇൻസ്ട്രക്ഷൻസും അതായിരുന്നു. അപ്പൊ ലൈൻസിലൂടെ എഴുതുമ്പോൾ കുറച്ചുകൂടെ ഹാൻഡ് റൈറ്റിംഗ് എനിക്ക് നന്നായിട്ട് തോന്നും, അല്ലാതെ എഴുതുമ്പോൾ എനിക്കത് വളഞ്ഞൊക്കെ പോകും. അപ്പൊ ക്ലാസ്സിൽ പറഞ്ഞപ്പോ ചില കുട്ടികൾക്ക് അവർക്ക് പ്ലെയിനിൽ എഴുതാൻ അവർ ഓക്കെയാണ് എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയാണെങ്കിൽ പ്ലെയിൻ ആണ് അവൈലബിൾ എങ്കിൽ അങ്ങനെ വാങ്ങാം. ഇനി അതല്ല പ്ലെയിനേ കിട്ടുന്നുള്ളൂ, ഒരു സൈഡ് റൂൾഡ് വരയിട്ടത് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ, വരയിട്ടതിൽ എഴുതാനാണ് താല്പര്യമെങ്കിൽ ഒരു കാര്യം ചെയ്യാം. ഒരു ലൈൻ ഇട്ട ഒരു പേപ്പർ സംഘടിപ്പിച്ചിട്ട് നമ്മൾ ഇതിന്റെ അടിയിൽ വെച്ചിട്ട് ഒന്ന് സെക്യൂർ ചെയ്യുക, പിൻ ചെയ്തിട്ട് അങ്ങനെ സെക്യൂർ ചെയ്തിട്ട് എഴുതി തുടങ്ങും. കാരണം നമുക്ക് താഴെയുള്ള പേപ്പറിന്റെ ലൈൻസിന്റെ ഇംപ്രഷൻസ് മുകളിൽ കാണാനായിട്ട് പറ്റും. അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് റെക്കോർഡ് ബുക്കിനെ കുറിച്ച് പറയാം. മൈ കളക്ഷൻ ബുക്ക്. പിന്നെ ഒരു കാര്യം പറയാം, ഇത് നിങ്ങളുടെ റെക്കോർഡ് ബുക്കാണ്, ഇത് ആർക്കും കൊടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഇത് ഭംഗിയാക്കാം. പിന്നെ തന്നിരിക്കുന്ന ഓർഡറിൽ തന്നെ എഴുതണമെന്നില്ല. അത് ആ പറഞ്ഞിരിക്കുന്ന തീം ആയിരിക്കണമെന്നേ ഉള്ളൂ. മൈ കളക്ഷൻ ബുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറെ കാര്യങ്ങൾ കളക്ട് ചെയ്യുക അല്ലെ, അതിലേക്ക് കൊണ്ടുപോയിട്ട് കുറെ സ്റ്റോറി എഴുതി വെക്കുക, അത് പാടില്ല. നമുക്ക് സ്റ്റോറിക്ക് വേറെ റെക്കോർഡ് ബുക്ക് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഏതാണോ ആ റെക്കോർഡ് ബുക്ക് അതിന്റെ കണ്ടെക്ട്സ് അതിൽ വരണം. ഞാനിവിടെ കുറച്ച് സ്റ്റേറ്റ്മെന്റുകൾ അതുപോലെ തന്നെ തീമും പറഞ്ഞിട്ടുണ്ട്. അത് തന്നെ അത് മാത്രം ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് പേജസ് ഉണ്ടെങ്കിൽ കൂടുതൽ ഈ കളക്ഷനുമായി ബന്ധപ്പെട്ട് ചെയ്യാം. കാരണം ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, വെഹിക്കിൾസിന്റെ പിക്ചേഴ്സ് കളക്ട് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ജനറലി വെഹിക്കിൾസിനെ പറഞ്ഞുള്ളൂ. അപ്പൊ കുട്ടികൾ എന്നോട് ചോദിച്ചു, പല മീൻസ് ഉണ്ടല്ലോ, അതായത്
എയറിലൂടെ പോകുന്നത്, റോഡിലൂടെ പോകുന്നത്, വാട്ടറിലൂടെ പോകുന്നത്, അത് സെപ്പറേറ്റ് ചെയ്തോട്ടെ എന്ന് ചോദിച്ചു. അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം. പിന്നെ ഹിസ്റ്റോറിക്കൽ ബിൽഡിങ്സ് നമ്മൾ കളക്ട് ചെയ്യണം എന്ന് പറഞ്ഞു, നമ്മുടെ കുത്തബ് മീനാർ, താജ്മഹൽ അങ്ങനെയൊക്കെ പോലെ. അപ്പൊ അതിപ്പം ഇന്ത്യയിലുള്ളത് മാത്രമായിരുന്നു ഞാൻ ഇന്ത്യയിൽ ഒട്ടിച്ചത്. അപ്പൊ നിങ്ങൾക്കത് വേൾഡ് വൈഡ് ഉള്ളത് അത് പേസ്റ്റ് ചെയ്യാം. പിന്നെ വേണമെങ്കിൽ 7 wonders ആ രീതിയിൽ ചെയ്യണോ ആ രീതിയിൽ ചെയ്യാം. നമ്മുടെ ഫെസ്റ്റിവൽസ് അതിന്റെ കളക്ട് ചെയ്യണോ അത് കളക്ട് ചെയ്യാം. ഡിഫറെന്റ് ഡാൻസ് ഫോംസ്, ഇന്ത്യയിലെ ഡിഫറെന്റ് ഡാൻസ് ഫോംസ് വേണോ അത് കളക്ട് ചെയ്ത് ഒട്ടിക്കാം. ഡിഫറെന്റ് കൾച്ചർ ആണല്ലോ, അതായത് ഡ്രസ്സ് അല്ലെ, പല സ്റ്റേറ്റിലും പല രീതിയിലുള്ള ഡ്രസ്സിങ് കൾച്ചർ ആണല്ലോ, അങ്ങനെ ഒട്ടിക്കണം, അങ്ങനെ ഒട്ടിക്കാം. അങ്ങനെയൊക്കെ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. പക്ഷെ ഈ ഒരു തീം മൈ കളക്ഷൻ ബുക്ക് എന്ന് പറയുമ്പോൾ അതിൽ നിന്നും മാറിപ്പോരുതെന്നേ ഉള്ളൂ. ഇതിൽ കൊണ്ടുപോയി പോയം എഴുതി വെക്കുകയോ സ്റ്റോറി എഴുതി വെക്കുകയോ അങ്ങനെ ചെയ്യരുത്. ഒരു റെക്കോർഡ് എന്ന് പറഞ്ഞാൽ അതിനുള്ളത് മാത്രമായിരിക്കും ആ ഒരു രീതിയിൽ. അപ്പൊ മൈ കളക്ഷൻ ബുക്കിൽ നമ്മൾ എന്തൊക്കെ എഴുതണം എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. ഫസ്റ്റ് വൺ പ്രോവേർബ്സ്. പ്രോവേർബ്സ് എല്ലാരും കേട്ടിട്ടില്ലേ? പഴഞ്ചൊല്ലുകൾ അല്ലെ? എല്ലാം ഇംഗ്ലീഷിലാണ് കേട്ടോ എഴുതേണ്ടത്. വളരെ സിമ്പിൾ ആയിട്ട് എഴുതണം. ഓക്കെ, പ്രോവേർബ്സ് നമുക്ക് ഇതെല്ലാം കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ, അതായത് ഒരു സ്റ്റോറി പറയുമ്പോൾ ആ സ്റ്റോറിയുടെ മെസ്സേജ് ആയിട്ട് ഒരു പ്രോവേർബ് നമുക്ക് പറയാൻ പറ്റുമോ, അല്ലെങ്കിൽ നമ്മളൊരു പ്രോവേർബ് പറഞ്ഞിട്ട് അതിന്റെ മീനിങ് അവർക്ക് എക്സ്പാൻഡ് ചെയ്ത് കൊടുത്തിട്ട് അതുമായി കണക്ട് ചെയ്ത് സ്റ്റോറി പറഞ്ഞു കൊടുക്കുക. അങ്ങനെ അവരുടെ ഉള്ളിലേക്ക് ഒരു മോറൽ വാല്യൂ, ഒരു മെസ്സേജ് എത്തിക്കുക. അപ്പൊ അങ്ങനെ നമ്മൾ കുട്ടിയായിട്ട് ഇരിക്കുന്ന ചിന്തിച്ച് വേണം നമ്മൾ ഓരോ കാര്യം ചെയ്യാനായിട്ട്. ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും എഴുതി വെക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഇതെല്ലാം കുട്ടികൾക്ക് കൊണ്ടുപോയി പ്രസന്റ് ചെയ്യണം. ഈ കുട്ടികൾക്ക് പ്രസന്റ് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റെക്കോർഡ് അങ്ങനെ കൊണ്ടുപോയി അവർക്ക് കൊടുക്കുക എന്നുള്ളതല്ല. നമുക്കതൊരു റെഫറൻസ് ആണ്. ഈ 5 റെക്കോർഡും നമ്മുടെ എൻസൈക്ലോപീഡിയ. ഇത് നമ്മൾ വേറൊരാൾക്ക് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിനകത്ത് ഉള്ള കാര്യങ്ങൾ നമ്മൾ ക്ലാസ് ഒക്കെ എടുക്കാൻ പോകുമ്പോൾ ഏതെങ്കിലും ടോപ്പിക് റിലേറ്റഡ് ആയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഈ റെക്കോർഡ് ബുക്കിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് റെഫർ ചെയ്ത് അതൊരു ചാർട്ടിലേക്ക് ആക്കിയിട്ടോ, അല്ലെങ്കിൽ അത് റിലേറ്റഡ്, ഇപ്പൊ സ്റ്റോറി റൈം ഒക്കെ എഴുതാനുണ്ട്, അപ്പൊ ഒരു കഥ പറഞ്ഞു കൊടുക്കുവോ, അങ്ങനെ എന്തെങ്കിലും ചെയ്യാം. ഓക്കെ, ഇപ്പൊ ഫസ്റ്റ് വൺ പ്രോവേർബ്സ്, പഴഞ്ചൊല്ലുകൾ. ഞാൻ ഇതിനകത്ത് ഒരു അറ്റ്ലീസ്റ്റ് 10 നമ്പേഴ്സ് എന്നാ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പോലെ എഴുതാം. ഈ റെക്കോർഡ് ബുക്കുകൾ കൂടുതലും ഹയർ സെക്കൻഡറി സ്കൂളിന്റെ അടുത്തുള്ള ഈ ബുക്ക് ഷോപ്പുകളിലൊക്കെ കാണും. കാരണം ഹയർ സെക്കൻഡറിയിൽ സയൻസ് കുട്ടികൾക്ക് റെക്കോർഡ് ബുക്ക് വേണമല്ലോ, അവരുടെ കെമിസ്ട്രി, ഫിസിക്സ്, ബയോളജിക്ക് ഒക്കെ റെക്കോർഡ് ബുക്ക് വേണം. അതാണ് നമുക്ക് വാങ്ങിച്ചാൽ മതി. ഞാൻ വാങ്ങിക്കുമ്പോൾ 60 rupees ആയിരുന്നു. ഇപ്പൊ കുട്ടികൾ പറയുന്നത് 90, 100, 120 കിട്ടുമ്പോ തന്നെ ഒന്ന് പേജ് നമ്പർ മാർക്ക് ചെയ്തിടുക. എന്റെ റെക്കോർഡിൽ ഏകദേശം ഒരു 120 പേജസ് അറിയാലോ, ഒരു ഷീറ്റിന്റെ 2 sides പേജ്. നമ്മൾ ഫസ്റ്റ് പേജിൽ തന്നെ ആയിട്ട് ഉണ്ടാവും. നമുക്കിവിടെ ഡേറ്റ്, പേജ് നമ്പർ ഒക്കെ ഇടാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് അവിടെ പേജ് നമ്പർ ഇട്ട് നോക്കാം. അപ്പൊ നമ്മൾ വർക്ക് ചെയ്യുന്നതിന് മുമ്പ് നമുക്കൊരു ഐഡിയ ഉണ്ടാവും നമ്മളുടെ റെക്കോർഡ് ബുക്കിൽ ഇത്ര പേജ് ഉണ്ട്. ഓരോ ആക്ടിവിറ്റി നമ്മൾ നോക്കുമ്പോൾ ഓരോന്നിന് ഇത്ര പേജ് വേണ്ടി വരും. അപ്പോ ഈ ബുക്ക് എനിക്ക് തികയോ എന്നുള്ളതൊക്കെ ഒരു ഐഡിയ കിട്ടും. അപ്പൊ അതിനനുസരിച്ച് നമുക്ക് എഴുതാനായിട്ട് തുടങ്ങും. പലരുടെയും ഹാൻഡ് റൈറ്റിംഗ് പല രീതിയിലായിരിക്കുമല്ലോ. ഈ മൈ കളക്ഷൻ ബുക്കില് തുടക്കത്തിലെ 2-3-4 ആക്ടിവിറ്റീസ് നമുക്ക് എഴുതാനുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ ഫുൾ പിക്ചേഴ്സ് ഒട്ടിക്കുന്നതാണ്. പ്രോവേർബ്സ് 10 അറ്റ്ലീസ്റ്റ് 10 എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. പ്രോവേർബ്സ് ഏതെങ്കിലുമൊക്കെ ഒന്ന് ഓർമ്മ വരുന്നുണ്ടെങ്കിൽ ഒന്ന് പറയാമോ? Failures are the stepping stones to success. Failures are the stepping stone to success. All glitters is not gold. Health is wealth. Health is wealth. All that glitters is not gold. Okay, അപ്പൊ അറിയാം. അപ്പൊ അങ്ങനെയുള്ള പ്രോവേർബ്സ് എഴുതുക. ആകെ 10 numbers പറഞ്ഞിട്ടുള്ളൂ. അറ്റ്ലീസ്റ്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. എത്ര വേണമെങ്കിലും എഴുതാം. പക്ഷെ നമ്മൾ ഷുവർ we have enough pages. നമുക്ക് ഇനിയും ഇതുണ്ട്. അപ്പൊ ഓരോന്നിനും ഇത്ര പേജ് ആവശ്യം വന്നു കഴിഞ്ഞാൽ എന്റെ ബുക്കിൽ അത് തികയുമോ എന്നൊക്കെ നമുക്ക് നോക്കാം. ഇനി ചില കുട്ടികൾ ചോദിച്ചു, ഈ പ്രോവേർബിന്റെ എക്സ്പാൻഡ് ചെയ്ത മീനിങ് എഴുതണമെന്ന് ചോദിച്ചു. അപ്പൊ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം കേട്ടോ. അങ്ങനെ എഴുതണമെങ്കിൽ അങ്ങനെ എഴുതാം. സ്റ്റേറ്റ്മെന്റ് മാത്രം എഴുതണമെങ്കിൽ സ്റ്റേറ്റ്മെന്റ് എഴുതാം. അതിന് കറസ്പോണ്ടിങ് പിക്ചർ ഒട്ടിക്കണമെന്ന് ചോദിച്ചു. കാരണം അത് കാണിക്കുന്ന ഒരു പിക്ചർ അല്ലെ. ഇപ്പം ഫെയിലിയേഴ്സ് ആർ ദ സ്റ്റെപ്പിംഗ് സ്റ്റോൺസ്. അപ്പൊ അങ്ങനെ പറയുമ്പോ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് പിക്ചർ ഒട്ടിക്കണമെന്ന് ചോദിച്ചു. ഇറ്റ്സ് അപ് ടു യു. വരച്ചോട്ടെ എന്ന് ചോദിച്ചു. വയ്ക്കാൻ കഴിവുള്ളവർ വരച്ചോളൂ, നോ പ്രോബ്ലം. ടൈമും നിങ്ങളുടെ അവൈലബിലിറ്റി ഓഫ് പേജസും ഒക്കെ നോക്കിയിട്ട് യു ക്യാൻ മേക്ക് യുവർ റെക്കോർഡ് മോർ ബ്യൂട്ടിഫുൾ. നിങ്ങൾക്ക് നിങ്ങളുടെ റെക്കോർഡ് വളരെ ഭംഗിയാക്കാം. ഓക്കെ,
സെക്കൻഡ് വൺ റിഡിൽസ്. സെക്കൻഡും തേർഡും കൂടെ ഞാൻ ഒരുമിച്ച് പറയാം. റിഡിൽസ് ആൻഡ് പസിൽസ്. എല്ലാവരും ഒന്ന് കൺഫ്യൂസ്ഡ് ആകുന്നതാണ്. മലയാളത്തിൽ പറയുകയാണെങ്കിൽ റിഡിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടങ്കഥകൾ അല്ലെ. കടങ്കഥകൾ എന്താണ്? സ്റ്റേറ്റ്മെന്റ് കേൾക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ കുറെ നേരം ആലോചിച്ചുകൊണ്ടിരിക്കുന്നു, ഒന്നും മനസ്സിലാവില്ല. അങ്ങനെ ഇങ്ങനെ ആലോചിക്കുന്നു, ആൻസർ കിട്ടുമ്പോ ഓന്ന് വയ്ക്കില്ലേ, ദാറ്റ് ഇസ് കടങ്കഥ. പസിൽസ് എന്ന് പറഞ്ഞാൽ ട്രിക്കി ക്വസ്റ്റ്യൻസ്, കുസൃതി ചോദ്യങ്ങൾ, ട്രിക്കി ക്വസ്റ്റ്യൻസ്. അതെ, ഈ കടങ്കഥയിലെ സ്റ്റേറ്റ്മെന്റും ആൻസറും തമ്മിൽ ഭയങ്കര അന്തരമായിരിക്കും, വ്യത്യാസമായിരിക്കും അല്ലെ. ഞെട്ടില്ല വട്ടയില്ല, അത് ഏത് ഇലയാണെന്ന് നമ്മൾ ആലോചിച്ചോണ്ടിരിക്കും. നമുക്ക് അറിയില്ലെങ്കിൽ, അതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ലെങ്കിൽ പപ്പടം നിന്നുമ്പോ, അതാണ് കടങ്കഥ എന്ന് പറയുന്നത്. ആ ഒരു സ്റ്റേറ്റ്മെന്റും ആൻസറുമായിട്ട് നമുക്ക് ആദ്യം കേൾക്കുമ്പോൾ ഒരു കണക്ഷൻ കിട്ടില്ല, പിന്നെയാണ് ആൻസർ പറയുമ്പോൾ ഓ എന്നുള്ള ഇതാവുന്നത്. നമ്മൾ ഇലയാന്ന് വിചാരിക്കും, ബട്ട് ഇല അല്ലായിരുന്നു. മുറ്റത്തെ ചെപ്പിനടപ്പില്ല, മുറ്റത്തെ എന്ത് ചെപ്പുള്ളത് അടപ്പില്ലാത്ത, അങ്ങനെയൊക്കെ നമ്മള് ചെറുപ്പത്തിൽ ഈ കടങ്കഥ കേട്ടപ്പോൾ നമുക്ക് അറിവുണ്ടായിരുന്നു കാണില്ല. പക്ഷെ ആൻസർ കേൾക്കുമ്പോൾ ശരിയാണ് എന്നുള്ള രീതിയിൽ വരും. അപ്പൊ അതാണ് കടങ്കഥകൾ എന്ന് പറയുന്നത്, റിഡിൽസ്. ഇനി പസിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുസൃതി ചോദ്യങ്ങൾ. ഈ പസിൽസ്, ട്രിക്കി ക്വസ്റ്റ്യൻസ്, പസിൽസ് പല ടൈപ്പ് പസിൽസ് ഉണ്ട്, ഇഷ്ടം പോലെ പസിൽസ്. വേർഡ് പസിൽ, പിക്ചർ പസിൽ, അങ്ങനെ അതെല്ലാം പസിൽസ് ആണ്. പക്ഷെ ഓൾറെഡി നമുക്ക് 4th വണ്ണില് മെയിൻ ആയിട്ടും പസിൽസ് ആൻഡ് അതർ കിഡ്സ് ആക്ടിവിറ്റി ബുക്കാണ്. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചാൽ മതി, ഫസ്റ്റ് റെക്കോർഡ് ബുക്കിൽ എഴുതുന്ന പസിൽസ് തന്നെ 4th കൊണ്ട് എഴുതി വെക്കരുത്. 4th എഴുതുമ്പോൾ ന്യൂ വൺ എഴുതണം, പുതിയത് എഴുതണം. സെയിം തന്നെ ആകരുതെന്നേ ഉള്ളൂ. ഞാൻ അത് കാരണം ചെയ്തത്, എന്റെ റെക്കോർഡ് ബുക്കിൽ ഞാൻ എല്ലാം സ്റ്റേറ്റ്മെന്റ് വരുന്ന പസിൽസ് ആണ് ഞാൻ എഴുതിയത്. ക്വസ്റ്റ്യൻ പോലത്തെ, നമുക്ക് റിലേഷൻഷിപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഇല്ലേ, എന്റെ അമ്മയുടെ ചേച്ചിയുടെ മകന്റെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് റിലേഷൻഷിപ്പ് ക്വസ്റ്റ്യൻസ് ഇല്ലേ, അങ്ങനത്തെ ക്വസ്റ്റ്യനും, അല്ലെങ്കിൽ അച്ഛന്റെ വയസ്സിന്റെ ഇത്ര പകുതിയുടെ എത്ര, അങ്ങനെയൊക്കെ പറഞ്ഞ മകന്റെ വയസ്സ് പറയുമല്ലോ, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇല്ലേ, അങ്ങനെയുള്ള ട്രിക്കി ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ബേസിൽ ക്വസ്റ്റ്യൻസ് ആണോ മാം? എന്താണ്? PSC ബേസിൽ ചോദിക്കൂലേ, PSC ക്വസ്റ്റ്യൻസ്? പിന്നെ നമ്മൾ വിചാരിക്കണം ഒത്തിരി കോംപ്ലിക്കേറ്റഡ് ആയിരിക്കരുത്, നമ്മളിത് കുഞ്ഞുങ്ങൾക്ക് ചിന്തിക്കാൻ വേണ്ടി കൊടുക്കുന്നതാണ്. പിന്നെ ഡേയ്സ് വരുന്ന ക്വസ്റ്റ്യൻസ്, ദ ഡേ ആഫ്റ്റർ ടുമാറോ ഇസ് ദി 3rd day after Wednesday, which day was the day before yesterday. കുട്ടികളെ നമ്മൾ ഡേയ്സ് ഒക്കെ പഠിപ്പിച്ചു കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ ഡേയുമായിട്ട് കണക്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ചോദിക്കാം. പിന്നെ റിലേഷൻഷിപ്പ് ക്വസ്റ്റ്യൻസ്, അത് ഒത്തിരി കോംപ്ലിക്കേറ്റഡ് ആവരുത്, അവർക്ക് എളുപ്പം പെട്ടെന്ന് അവരുടെ ഏജിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അവരുടെ മുന്നിലേക്ക് കൊണ്ടുപോകണം. പിന്നെ ഈ പൊസിഷൻ അങ്ങനെ ഉണ്ടല്ലോ, ഹരി ഈസ് സ്റ്റാൻഡിങ് ബിഹൈൻഡ് ഗോപാൽ ആൻഡ് അറ്റ് ദ സെയിം ടൈം ഗോപാൽ ഈസ് സ്റ്റാൻഡിങ് ബിഹൈൻഡ് ഹരി. ഹൗ ഇസ് ദിസ് പോസിബിൾ? കുട്ടികളെ കൊണ്ട് ഹരിയും ഗോപാലുമായിട്ട് ഒരാളെ ആക്ട് ചെയ്യിപ്പിച്ചിട്ട് അവർക്കത് ചെയ്യിപ്പിച്ച് നോക്കാം. രണ്ടുപേരും അവരുടെ ബാക്ക് ഇതായിട്ട് നിൽക്കുകയാണ്, അതുകൊണ്ടാണ് അങ്ങനെ. അപ്പൊ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടല്ലോ, അതുപോലത്തെയൊക്കെ ചെയ്യിക്കാം. പിന്നെ ക്യാൻ യു നെയിം 3 consecutive days without using the words Monday, Tuesday, Wednesday, Thursday, Friday, Saturday and Sunday? കുസൃതി ചോദ്യങ്ങളാണല്ലോ, അതൊന്നും യൂസ് ചെയ്യാതെ 3 ഡേയ്സ് പറയാമോ എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. യെസ്റ്റർഡേ, ടുഡേ ആൻഡ് ടുമാറോ. ഓക്കെ. പിന്നെ ഇങ്ങനെ ചില ക്വസ്റ്റ്യൻസ് ഇല്ലേ, റാണീസ് മോം ഹാഡ് 3 children. The first was June, the second was July. What was the name of third child? പെട്ടെന്ന് ആ ഒരു ഫ്ലോയിൽ എല്ലാവരും ഓഗസ്റ്റ് എന്ന് പറഞ്ഞു, പക്ഷെ ഇറ്റ് ഇസ് റാണി അല്ലെ. അതുപോലുള്ള ട്രിക്കി ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ എഴുതിയത്. നിങ്ങൾക്കത് വേർഡ് പസിൽ എഴുതണോ, പിക്ചർ പസിൽ എഴുതണോ, ഏത് വേണമെങ്കിൽ എഴുതാം. പക്ഷെ അത് തന്നെ സെയിം നമ്മുടെ 4th വരരുത്, ഒരേ ക്വസ്റ്റ്യൻ തന്നെ വരരുത്. പസിൽസ് ഇഷ്ടം പോലെ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പൊ അതാണ് റിഡിൽസ് ആൻഡ് പസിൽസ്. പിന്നെ അടുത്തത് ട്രഡീഷണൽ നോളജ് ഫ്രം ദി എൽഡേഴ്സ്. നമ്മളുടെ വീട്ടിലെ മുത്തശ്ശനും മുത്തശ്ശിയും അല്ലെങ്കിൽ പ്രായമായ ആരെങ്കിലൊക്കെ വീട്ടിലുണ്ടാവുമല്ലോ, അവർ പല അറിവുകൾ നമുക്ക് പറഞ്ഞു തരും. ട്രഡീഷണൽ നോളജ് ഫ്രം ദി എൽഡേഴ്സ്, പല രീതിയിലുള്ള അറിവുകൾ പറഞ്ഞു തരും അല്ലെ. അപ്പൊ ഇത് ഒരു കാര്യം മാത്രമേ ഉള്ളൂ, അതൊന്നും ബ്ലൈൻഡ് ബിലീഫ് ആകരുത്, അന്ധവിശ്വാസങ്ങളാകരുത്, ഫാക്റ്റ് ആയിരിക്കണം അല്ലെ. അതൊക്കെ ഫാക്റ്റ് ആയിരിക്കണം. അല്ലാതെ അവര് പറയുന്ന കുറെ കാര്യങ്ങള് അന്നത്തെ കാലഘട്ടവുമായി ചേരുമ്പോൾ ഇറ്റ് വാസ് കറക്റ്റ്. ലൈക്ക് ഇത് കട്ടിലിരുന്ന് കാലാട്ടരുത്, കാരണം മോസ്റ്റ്ലി മിക്ക വീടുകളിലും കട്ടിലിന്റെ അടിയിലായിരിക്കും കാർന്നോമ്പി യൂസ് ചെയ്യുന്നത്, തുപ്പൽ കോളാമ്പി വെക്കുന്നു. അപ്പൊ അത് മറിഞ്ഞവിടെ മുഴുവൻ കിട്ടിയിടാവും. പിന്നെ രാത്രി അരയ്ക്കരുത്, മറ്റേ കറിയൊക്കെ വെക്കുമ്പോൾ നമ്മൾ കല്ലിൽ അരക്കില്ലേ, അത് അരയ്ക്കരുതെന്ന് പറയും. ഈ ഇത് പറയാൻ കാരണം എന്ന് വെച്ചാൽ പണ്ട് കറണ്ട് ഇല്ലായിരുന്നു, അപ്പൊ ഭയങ്കര ഇരുട്ടാണ്. ഒരു സന്ധ്യാസമയം കഴിയുമ്പോൾ അരയ്ക്കരുതെന്ന് പറയുന്ന, സന്ധ്യ ആവുമ്പോഴേക്കും ഭയങ്കര ഇരുട്ട് ആയിരിക്കുമല്ലോ, അത്ര വെളിച്ചം ഉണ്ടാവില്ല.
വിളക്കൊക്കെ വെച്ചിട്ടൊക്കെ ആയിരിക്കും ഇതൊക്കെ ചെയ്യുന്നത്. അപ്പൊ ശരിക്കും നല്ല വെളിച്ചം കിട്ടില്ല. അപ്പൊ ഈ പ്രാണികളൊക്കെ അതിനകത്തേക്ക് വന്ന് വീഴാനുള്ള ചാൻസസ് ഉണ്ട്. ഞാൻ കേൾക്കുന്നുണ്ടെങ്കിൽ എന്നോടിക്കും. അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പൊ നമ്മള് ട്രഡീഷണൽ നോളജ് ഫ്രം എൽഡേഴ്സ് എന്ന് പറയുന്നത് ഫാക്റ്റ് ആയിരിക്കണം, ട്രൂത്ത് അതായിരിക്കണം, അല്ലാതെ ബ്ലൈൻഡ് ബിലീഫ് ആകരുത്. ഓക്കെ, കാരണം ഒരു കാര്യം പറയുമ്പോൾ അതിനൊരു പ്രോപ്പർ എക്സ്പ്ലനേഷൻ പറയാൻ പറ്റുന്നത് തന്നെയാണ് ഫാക്ട് എന്ന് പറയുന്നത്. ഞാൻ എഴുതിയപ്പോ പലതും മെഡിസിനൽ റെമഡി പോലത്തേക്കായി പോയി. അതായത് മാംഗോ ലീവ്സ് ആൻഡ് നീം സ്റ്റിക്ക് ആർ ഗുഡ് ഫോർ ക്ലീനിങ് ടീത്ത്. അത് പണ്ടത്തെ ആളുകള് അങ്ങനെ യൂസ് ചെയ്തിട്ടൊക്കെ അവര് പല്ല് ക്ലീൻ ചെയ്യാറുണ്ടായിരുന്നല്ലോ. പിന്നെ ക്ലോവ് ആൻഡ് കാർഡമം ആർ വെരി ഗുഡ് മൗത്ത് ഫ്രഷ്നേഴ്സ്. പണ്ടുള്ള ആളുകളും അത് യൂസ് ചെയ്തിരുന്നു. പിന്നെ സന്ധ്യയൊക്കെ ആവാറാകുമ്പോഴേക്കും ഈ വേപ്പിന്റെ ഇല ഇങ്ങനെ കത്തിക്കും മോസ്കിറ്റോസ് പോവാൻ വേണ്ടിയിട്ട്. ദാറ്റ്സ് എ ഗുഡ് റെമഡി. ബേൺ ഡ്രൈഡ് നീം ലീവ്സ് വിച്ച് വിൽ റിമൂവ് മോസ്കിറ്റോസ്. പിന്നെ അതുപോലെ തന്നെ ലൂക്ക് വാം വാട്ടറിൽ ഉപ്പിട്ട് കഴിഞ്ഞിട്ട് നമ്മളുടെ എന്തെങ്കിലും ബോഡിയിൽ എവിടെയെങ്കിലും നീരുണ്ടെങ്കിൽ, സ്വെല്ലിങ് ഏരിയ ഉണ്ടെങ്കിൽ അവിടെ ഇങ്ങനെ ഒഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ സ്വെല്ലിങ് മാറാനായിട്ട് നല്ല റെമഡിയാണ്. അപ്പൊ ഞാൻ എഴുതിയത് ഏകദേശം എല്ലാം തന്നെ ഒരു മെഡിസിനൽ നയം. അതൊക്കെ നമുക്ക് വീട്ടിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോഴേക്ക് പ്രായമായ ആൾക്കാർ പറഞ്ഞു തന്നെയാണല്ലോ. ഇങ്ങനെ വയറിന് സുഖമില്ലാതെ വരുമ്പോ ഇഞ്ചിയും ഉപ്പും കൂടെ അങ്ങനെ ചതച്ചിട്ട് ആ നീര് ഇറക്കാൻ, ജിഞ്ചർ വിത്ത് സോൾട്ട്, ഗുഡ് മെഡിസിൻ ഫോർ ഡിസെൻട്രി. ഞാൻ അതാണ് എഴുതിയത്. അങ്ങനെ 10 എഴുതണം, ട്രഡീഷണൽ നോളജ് ഫ്രം എൽഡേഴ്സ്. ഓക്കെ, നെക്സ്റ്റ് നമുക്കിനി റൈറ്റിംഗ് ഏകദേശം കഴിയാൻ പോവാണ്. അടുത്തതും കൂടെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് റൈറ്റിംഗ് കഴിയും. പിക്ചേഴ്സ് ഓഫ് വണ്ടർഫുൾ ആനിമൽസ് ഓർ ക്രീച്ചേഴ്സ് വിത്ത് ഡീറ്റെയിൽസ്. നമ്മുടെ ഈ ഒരു യൂണിവേഴ്സിൽ പല വിചിത്രമായ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെയുള്ള പക്ഷികളും മൃഗങ്ങളും എല്ലാം ഉണ്ട് അല്ലെ, അനിമൽസും ക്രീച്ചേഴ്സും ഒക്കെ ഉണ്ട്. അപ്പൊ അതിന്റെ പിക്ചേഴ്സ് കളക്ട് ചെയ്തിട്ട് അതിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് എഴുതുക. ഞാൻ എഴുതിയത് അത് നമ്മൾ എത്ര പറഞ്ഞിരിക്കുന്നത് 5. വെജിറ്റേറിയൻ പിരാനയെ കുറിച്ചാണ് ആദ്യം എഴുതിയത്. പിരാനയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, പക്ഷെ വെജിറ്റേറിയൻ പിരാന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലഷ് ഈറ്റിംഗ് അല്ല, മറ്റേ പിരാനയാണ് ഫ്ലഷ് ഈറ്റിംഗ്. വെജിറ്റേറിയൻ പിരാന ഡിഫറെന്റ് ആണ് ഓർഡിനറി പിരാനയിൽ നിന്ന്. പക്ഷെ ഇതിന്റെ ഒരു മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വെജിറ്റേറിയൻ പിരാനയുടെ പല്ല് ഹ്യൂമൻ ബീയിങ്ങിന്റെ പല്ലുമായിട്ട് ഓൾമോസ്റ്റ് മാച്ചിങ് ആണ് കേട്ടോ. ഞാൻ വെജിറ്റേറിയൻ പിരാനയെ കുറിച്ച് ഇവിടെ എഴുതി ഒരു പാരഗ്രാഫ്. ഇവിടെ എഴുതി, പിക്ചർ ഇവിടെ ഒട്ടിച്ചു ലെഫ്റ്റ് സൈഡിൽ ഒരു പാരഗ്രാഫ് എഴുതി. ബാക്കി ഹാഫ് പോർഷനിൽ അടുത്ത ഒരു ബേർഡിനെ പറ്റിയാണ് എഴുതിയത്, പിക്ചർ ഒട്ടിച്ചത് അതിനെ പറ്റി എഴുതി. അപ്പൊ എന്റെ ഒരു പേജില് 2 ക്രീച്ചറിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് വന്നു. അത്രയും എഴുതിയാൽ മതി. മെയിൻ ആയിട്ടുള്ള അതിന്റെ ഫീച്ചേഴ്സ് കുറെ കാര്യങ്ങളൊന്നും എഴുതി വെക്കുന്നത്. ഈ ഷാർപ്പ് ടീത്ത് യൂസ് ചെയ്തിട്ടാണ് വെജിറ്റേറിയൻ പിരാന നട്ട്സും ഫ്രൂട്ട്സും എല്ലാം പൊട്ടിച്ച് കഴിക്കുന്നത്. രണ്ടാമത് എഴുതിയത് ഒരു ഓറഞ്ച് ഫ്ലാങ്ഡ് ബുഷ് റോബിൻ. ഇതിന് പല പേരുണ്ട്, റെഡ് ഫ്ലാങ്ഡ് ബുഷ് റോബിനും ഓറഞ്ച് ഫ്ലാങ്ഡ് ബുഷ് റോബിനും അങ്ങനെയൊക്കെ ഉണ്ട്. ഹിമാലയൻ ബ്ലൂ ടെയിൽ, അങ്ങനെ ഓരോന്നും ഓരോ രീതിയിലുണ്ട്. ഫീമെയിലിന് ഒലീവ് ബ്രൗൺ കളറാണ്, മെയിലിനാണ് ഓറഞ്ച് കളറിൽ വരുന്നത്. ബ്രൈറ്റ് കളേഴ്സ്, അവര് മെച്യൂരിറ്റി ആകുമ്പോൾ, പ്രായപൂർത്തി ആകുമ്പോൾ ഇവരുടെ ബോഡിയുടെ കളർ കുറച്ചുകൂടെ ബ്രൈറ്റ് ആവുന്നതാണ് പറയുന്നത്, ബ്രൈറ്റ് കളർ. അപ്പൊ അങ്ങനെ അതും എനിക്കൊരു വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു ബേർഡ് ആയിട്ട് തോന്നി. അതുകൊണ്ടാണ് ഞാൻ എഴുതിയത്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും എഴുതാം. ഇപ്പൊ കാൻഗ്രൂ, അതും ഒരു വണ്ടർഫുൾ അനിമൽ ആണല്ലേ. അതിന്റെ വയറിന്റെ അവിടെ ഒരു പൗച്ച് ഉണ്ട് അതിന്റെ കുട്ടിക്ക് ഇരിക്കാനായിട്ട്. സോ ദാറ്റ് ഇസ് വണ്ടർഫുൾ. സോ അതുകൊണ്ട് അങ്ങനെ നിങ്ങൾക്ക് അത് തോന്നുവാണെങ്കിൽ, പക്ഷെ ഏത് പിക്ചറാണോ ഒട്ടിക്കുന്നത് അതിനെ പറ്റി ഒരു ഡീറ്റെയിൽസ് നമ്മൾ എഴുതിയിരിക്കുക. പിന്നെ പൊർക്കുപ്പൻ ഫിഷ് എഴുതി, മുള്ളം പന്നിയെ പോലെ ഇരിക്കുന്ന ഒരു ഫിഷ്. അതും എനിക്കൊരു വണ്ടർഫുൾ ക്രീച്ചർ ആയിട്ട് തോന്നി. അത് എനിമീസ് വരുമ്പോഴേക്കും അതിന്റെ ബോഡി 3 times ഇങ്ങനെ വീർത്ത് വരും, ഇങ്ങനെ മുള്ളൊക്കെ തെറിച്ചിട്ട്. മുള്ളപ്പന്നിക്കും അങ്ങനെ തന്നെയല്ലേ, മുള്ളിങ്ങനെ തെറിച്ച് അറ്റാക്ക് ചെയ്യാൻ ആരെങ്കിലും വരുവാണെങ്കിൽ അവരുടെ മേത്തേക്ക് വീഴ്ത്തുവല്ലേ ചെയ്യുന്നത്. അതിന്റെ ബോഡി അതുപോലെ ഇങ്ങനെ ബലൂൺ പോലെ ഇങ്ങനെ വീർത്ത് വരും. ആക്ച്വൽ അതിന്റെ സൈസിന്റെ 3 times ആവുന്നൊക്കെയാണ് പറയുന്നത്. വെള്ളവും അല്ലെങ്കിൽ എയറും വിഴുങ്ങിയിട്ടാണ് ഈ പോർക്കുപ്പൈൻ ഫിഷ് ഇങ്ങനെ വലുതാവുന്നത്. ലാസ്റ്റ് ഞാൻ എഴുതിയത് കണ്ട് എന്റെ മാം ചിരിച്ചു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് പക്ഷെ ഒരു വണ്ടർഫുൾ സംഭവമായിട്ട് തോന്നി. നമ്മൾ സ്ഥിരം നമ്മളുടെ വീട്ടില് മുറ്റത്ത് ചെടികൾക്കിടയിലൊക്കെ കാണുന്ന ഒരു സാധനമാണ് പ്രാർത്ഥിക്കുന്ന പ്രാണി എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ?
കണ്ടിട്ടുണ്ടോ? പ്രേയിങ് മാൻറ്റിസ്. അത് ഇരയെ പിടിക്കാനാണ് അതിന്റെ ഫ്രണ്ടിലെ കൈകൾ ഇങ്ങനെ എപ്പോഴും ചേർത്ത് വെക്കുന്നത്. പക്ഷെ കണ്ടു കഴിഞ്ഞാൽ അത് പ്രാർത്ഥിക്കാന്ന് തോന്നില്ലേ, അതുപോലെ. പിന്നെ അതുപോലെ തന്നെ ഈ പുറത്തൊക്കെ ഈ ഇതിനെ പെറ്റായിട്ട് വളർത്തുന്നുണ്ട്. ഇന്ത്യയിലുണ്ടോന്ന് എനിക്കറിയില്ല. ആളുകൾ ഇതിനെ പെറ്റ്സ് ആ ഒരു രീതിയിൽ, പുറത്തുള്ള ആളുകളുടെ പെറ്റ്സ് ഒക്കെ ഒത്തിരി വിചിത്രമായിട്ടുള്ളതല്ലേ, പാമ്പിനെയും ഉടുമ്പിനെയും ഒക്കെ അല്ലെ പെറ്റ്സ് ആയിട്ട് ചെയ്യുന്നത്. മലേഷ്യയിലൊക്കെ ഉള്ളവരൊക്കെ അങ്ങനെ ചെയ്യുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോ ഇതാണ്, ഇത്രയുമാണ് ഞാൻ എഴുതിയത് അബൌട്ട് വണ്ടർഫുൾ അനിമൽസ് ഓർ ക്രീച്ചേഴ്സ്. ഓക്കെ, അതും ക്ലിയർ ആയോ? അടുത്തത് എഫ് എന്നുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം, ഡിജിറ്റൽ പെയിന്റിംഗ് മിനിമം 1 എന്നുള്ളത്. ഇത് ഓപ്ഷണൽ ആണ്, ചെയ്യണമെന്ന് നിർബന്ധമില്ല. കാരണം പലർക്കും പല ലിമിറ്റേഷൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഓപ്ഷണൽ എന്ന് പറഞ്ഞത്. നമ്മള് ലാപ്ടോപ്പിൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ MS പെയിന്റ് വെച്ചിട്ട് പിക്ചർ വരയ്ക്കില്ലേ, അതാണ് ഡിജിറ്റൽ പെയിന്റിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാരണം ഇപ്പൊ ചെറിയ ക്ലാസ്സിലെ കുട്ടികൾക്കെല്ലാം IT ഉണ്ട്, കമ്പ്യൂട്ടർ ക്ലാസ് ഉണ്ട്. ഇവരെ നേരെ ലാബിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്നത് ഇത് വരയ്പ്പിക്കുക, ഇത് പ്രാക്ടീസ് ചെയ്യിക്കുക. അവരൊക്കെ നല്ലപോലെ വരയ്ക്കും. അപ്പൊ നമ്മളെ കുട്ടികളെ പഠിപ്പിക്കാൻ പോകുമ്പോൾ നമ്മൾക്ക് ഇത് എങ്ങനെ ചെയ്യണേന്ന് അറിയണമല്ലോ. അതുകൊണ്ട് ഇത് എങ്ങനെയാണ് ഈ MS പെയിന്റ് യൂസ് ചെയ്തിട്ട് ഈ സിസ്റ്റത്തില് പടം വരയ്ക്കാൻ പറ്റുക എന്നുള്ളത് നമ്മളൊന്ന് നല്ലപോലെ പ്രാക്ടീസ് ചെയ്ത് വെക്കുക. നിങ്ങൾ അതൊന്ന് അറിഞ്ഞിരുന്നാൽ മതി. ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ചെയ്യണ്ട, ചെയ്യാൻ പറ്റുന്നത് ഒരു മാത്രം ചെയ്യാം. ഇപ്പൊ കുട്ടികൾ പറയുന്നുണ്ടായിരുന്നു ആൻഡ്രോയിഡ് ഫോണിൽ ഇതിന്റെ ഓപ്ഷൻ ഉണ്ടെന്ന്, MS പെയിന്റിന്റെ ഓപ്ഷൻ ഉണ്ടെന്ന്. ശരിയായിരിക്കാം, വേർഡ് ഡോക്യുമെന്റും എല്ലാം MS വേർഡും ഒക്കെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ. അതുപോലെ അതും ഉണ്ടായിരിക്കാം, അതിൽ അങ്ങനെ വരയ്ക്കാന്നൊക്കെ പറഞ്ഞു. കൂടുതലും ജോമെട്രിക്കൽ ഫിഗേഴ്സ് ആണ് നമുക്ക് കിട്ടുക. കുറെ ഷേപ്സ് ഉണ്ടാകും, അതൊക്കെ നമ്മൾ ഓരോ ഭാഗത്തു നിന്ന് എടുത്ത് ജോയിൻ ചെയ്ത് അങ്ങനെയൊക്കെയാണ് വരയ്ക്കുന്നത്. ഞങ്ങൾക്ക് ഇത് 3 എണ്ണം വരയ്ക്കണം എന്നുണ്ടായിരുന്നു. പിന്നെ അഥവാ ഇങ്ങനെ വരച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് ചിലപ്പോൾ വീട്ടിൽ പ്രിന്റ് ഔട്ട് എടുക്കാൻ സൗകര്യം ഇല്ലെങ്കിൽ പുറത്ത് പോയിട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പ്രിന്റ് ഔട്ട് എടുത്തിട്ട് നിങ്ങൾ ക്രയോൺസ് വെച്ച് കളർ ചെയ്താൽ മതി കേട്ടോ. കളർ പ്രിന്റ് ഔട്ടിന് ചിലപ്പോൾ റേറ്റ് ആയിരിക്കും, അതുകൊണ്ടാണ് പറഞ്ഞത്. നിങ്ങൾ 3 എണ്ണം ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതുപോലത്തെ പിക്ചേഴ്സ് ഒക്കെ ഇല്ലേ, ഇങ്ങനെയൊക്കെ ഉള്ളതൊക്കെ നമുക്ക് അതിൽ നിന്ന് കിട്ടും. ഞാൻ എന്നിട്ട് പ്രിന്റ് ഔട്ട് എടുത്ത് തരാം. ഇത് ഓപ്ഷണൽ ആണ്, പക്ഷെ ചെയ്തില്ലെങ്കിലും ഇതെങ്ങനെ ചെയ്യണമെന്ന് പ്രാക്ടീസ് ചെയ്തിരിക്കണം. അല്ലെങ്കിൽ സ്കൂളിൽ പോകുമ്പോൾ കുട്ടികളുടെ അടുത്ത് നമ്മൾ കൺഫ്യൂഷൻ പിടിച്ച് നിൽക്കേണ്ടി വരും. ഓക്കെ, ഇതാണ് നെക്സ്റ്റ്. ഈ G എന്ന് എഴുതിയിട്ടില്ലേ, കളക്ഷൻ ഓഫ് സ്മോൾ പിക്ചേഴ്സ് ഓഫ് ഡിഫറെന്റ് ഐറ്റംസ്. ഇത് അടുത്ത ഈ 1 2 3 4 എന്ന് എഴുതിയിരിക്കുന്നതിന്റെ മെയിൻ ഹെഡിങ് ആണ് കേട്ടോ. മനസ്സിലായോ? ഇത് താഴെ തന്നിരിക്കുന്ന ഓരോന്നിന്റെയും അതിന്റെ മെയിൻ ഹെഡിങ് ആണ് കളക്ഷൻ ഓഫ് സ്മോൾ പിക്ചേഴ്സ് ഓഫ് ഡിഫറെന്റ് ഐറ്റംസ്. ക്ലിയർ ആയോ പറഞ്ഞത്? നമുക്ക് ഈ ഷോപ്പിലൊക്കെ ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാല് ഇത് ശരിയായില്ല. ഓക്കെ, ഷോപ്പിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ ഇപ്പൊ ഡൊമസ്റ്റിക് അനിമൽസിന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വലിയൊരു ചാർട്ട് കൊണ്ടുതരും. വൈൽഡ് എലിമെന്റ്സിന്റെ, ഫിഷിന്റെ, ഫ്ലവേഴ്സിന്റെ, അങ്ങനെ ഫ്രൂട്ട്സിന്റെ, അങ്ങനെയൊക്കെ കുറെ കുട്ടികൾ ഈ പ്രോജക്റ്റ് ഒക്കെ ചെയ്യാനായിട്ട് ഇങ്ങനെ ചാർട്ട് വാങ്ങല്ലോ. 5 രൂപ എന്താന്ന് തോന്നുന്നു, കുറെ പിക്ചേഴ്സ് അതിനകത്ത് കാണും. അല്ലെങ്കിൽ നമ്മള് കുട്ടികളുടെ പഴയ ടെക്സ്റ്റ് ബുക്കുകള്, ഏതെങ്കിലും അല്ലാതെ മാഗസീൻസ്, അതിൽ നിന്നൊക്കെ കിട്ടും. അതൊക്കെ അങ്ങനെ കിട്ടുന്നതൊക്കെ ഒന്ന് കളക്ട് ചെയ്ത് വെക്കാം. അപ്പൊ ഫസ്റ്റ് 1 ഡൊമസ്റ്റിക് അനിമൽസ് ഞാൻ മിനിമം 5 നമ്പേഴ്സിനെ പറഞ്ഞിട്ടുള്ളൂ. നിങ്ങൾക്ക് കിട്ടുന്നതൊക്കെ ഒട്ടിക്കാൻ സ്പേസ് ഉണ്ടെങ്കിൽ ഒട്ടിച്ചോളൂ. ഞാൻ ആദ്യം എനിക്കൊരു പ്രശ്നം ഉണ്ടായി. കാരണം വെച്ചാൽ നമുക്ക് ഇനി എല്ലാം പിക്ചേഴ്സ് ആണ് ഒട്ടിക്കേണ്ടത്. എഴുതാനും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് പേസ്റ്റ് ചെയ്യാനോ ആ രീതിയിലില്ല. ഞാൻ ആദ്യം എല്ലാം റൈറ്റ് സൈഡിലാണ് ഒട്ടിച്ചു വെച്ചു. പക്ഷെ പിന്നെ എനിക്ക് തോന്നി ലെഫ്റ്റ് സൈഡ് ഇങ്ങനെ ബ്ലാങ്ക് ആയിട്ട് കിടക്കുവാണല്ലോ, അപ്പൊ ഒരു സുഖം തോന്നിയില്ല. അപ്പൊ കുറച്ചങ്ങ് ചെന്നപ്പോ ഞാൻ 2 സൈഡിലും ഒട്ടിക്കാനായിട്ട് തുടങ്ങി. അപ്പൊ അങ്ങനെ ആ പേജ് നിവർത്തിയപ്പോ എനിക്ക് കുറച്ചുകൂടി അത് കാണാൻ ഒരു ഭംഗി തോന്നി. മറ്റേത് ഒരു സൈഡ് ബ്ലാങ്ക് ആയിട്ട് കിടക്കും, മറ്റേ സൈഡിൽ മാത്രം പിക്ചേഴ്സ് ആയപ്പോ അതൊരു സുഖം ഉണ്ടായിരുന്നില്ലായിരുന്നു. സോ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്യാം. കാരണം നമുക്ക് ഇഷ്ടംപോലെ കാര്യങ്ങൾ കുട്ടികളെ പഠിപ്പിക്കുന്നത് റിലേറ്റഡ് കളക്ട് ചെയ്ത് വെക്കാം.
ഈ നമ്മുടെ കോഴ്സ് ഒക്കെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ കൂടുതൽ കിട്ടുമ്പോൾ ഇതിൽ പേജ് ബാക്കി ഉണ്ടെങ്കിൽ കളക്ട് ചെയ്ത് അതൊക്കെ ഒട്ടിച്ചു വെക്കാം. ഓക്കെ മാം ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ. ഇപ്പൊ 2 റെക്കോർഡല്ലേ പിന്നെ 2 സൈഡും പ്ലെയിൻ ആയിട്ടുള്ളത്. ബാക്കി 3 റെക്കോർഡ് ഒരു സൈഡ് പ്ലെയിനും ഒരു സൈഡ് ലൈനും ഉള്ളതല്ലേ വാങ്ങണ്ടേ? അതെ, ഓക്കെ. അത് ജനറലി റൈറ്റ് സൈഡിൽ ലൈൻ ഉള്ളതും ലെഫ്റ്റ് സൈഡ് പ്ലെയിനും ആയിരിക്കും. അപ്പൊ റൈറ്റ് സൈഡിൽ നമ്മൾ എന്താണോ എഴുതുന്നത് അതിന്റെ പിക്ചർ ആയിരിക്കും നമ്മൾ ലെഫ്റ്റ് സൈഡിൽ ഒട്ടിക്കണ്ടേ. ബാക്കിയുള്ള 3 റെക്കോർഡിലെയും ആക്ടിവിറ്റീസ് അങ്ങനെയാണ്. നമ്മൾ റൈറ്റ് സൈഡിൽ എഴുതുന്നതിന്റെ പിക്ചർ ലെഫ്റ്റ് സൈഡിൽ ഒട്ടിക്കണം. അതായത് നമ്മൾ റൈറ്റ് സൈഡിൽ ഇപ്പൊ ഒരു സ്റ്റോറി എഴുതുന്നത്, സ്റ്റോറിയിലെ ക്യാരക്ടറിനെ നമ്മൾ കണ്ടിട്ടില്ലേ, സ്റ്റോറി ബുക്കിലൊക്കെ ക്യാരക്ടറിന്റെ പിക്ചർ എന്തെങ്കിലും നമുക്കുണ്ടെങ്കിൽ ആ പിക്ചർ നമ്മൾ ലെഫ്റ്റിൽ ഒട്ടിച്ചു വെക്കണം. അതാണ്. ഓക്കെ, ഫസ്റ്റ് ഡൊമസ്റ്റിക് അനിമൽസ്. നിങ്ങൾക്ക് അറിയാം ഡൊമസ്റ്റിക് അനിമൽസ് ഏതൊക്കെയാണ്. ഇതൊന്ന് ക്ലോസ് ചെയ്തിട്ട് ഞാൻ ഒന്നുകൂടി ഷെയർ ചെയ്യാം കേട്ടോ, കാരണം നിങ്ങൾ സ്ക്രോൾ ചെയ്തിട്ട് അത് നീങ്ങുന്നില്ല. മിനിമം 5 നമ്പേഴ്സ് ആണ് പറഞ്ഞിരിക്കുന്നത്. എത്ര വേണമെങ്കിലും ഒട്ടിക്കാം. ഡൊമസ്റ്റിക് അനിമൽസ് അറിയാം, കൗ, ഗോട്ട്, ബഫല്ലോ, ഓക്സ്, കാറ്റ്, ഡോഗ്, ക്യാമൽ, അതൊക്കെ വരും അല്ലെ. ഷീപ്പ്. ഇനി വൈൽഡ് അനിമൽസ് കാട്ടിലുള്ളത് ലയൺ, ടൈഗർ, ചീറ്റ, ഹൈന, ചിമ്പാൻസി, ബിയർ, ഹിപ്പോപ്പൊട്ടാമസ്, ലോഫേഴ്സ്, ജിറാഫ്, kangaroo, fox, deer, wolf, crocodile. Fishes. പല ടൈപ്പ് ഫിഷ് കിട്ടും അല്ലെ. കിങ് ഫിഷ്, സോട്ട് ഫിഷ്, ഗോൾഡ് ഫിഷ്, ഗപ്പി ഫിഷ്, ഡോൾഫിൻ, ഷാർക്ക്, ഇലക്ട്രിക് ഈൽ, വെയിൽ, ക്ലൗൺ ഫിഷ്, ഫൈറ്റിംഗ് ഫിഷ്, ഏഞ്ചൽ ഫിഷ്, ഫ്ലൈയിങ് ഫിഷ്, ജയൻ ജെല്ലി ഫിഷ്, സ്റ്റാർഫിഷ്. ഈ എന്താ പറയാ വണ്ടർഫുൾ ക്രീച്ചർ എന്നുള്ളതിലൊക്കെ സ്റ്റാർഫിഷ് ഒക്കെ എഴുതാം, ജയൻ ജെല്ലി ഫിഷ് ഒക്കെ എഴുതാം. പിന്നെ ഫ്ലവേഴ്സ്, സൺഫ്ലവർ, ലോട്ടസ്, ടുലിപ്പ്, ഡാഫ്ഡിൽ, റോസ്, ഹിബിസ്കസ്. വരയ്ക്കാൻ അറിയാവുന്നവർക്ക് വരയ്ക്കാം. വൈറ്റ്, ട്രംപറ്റ് ലില്ലി, അരൻ ലില്ലി, ഡാലിയ, അന്തൂർ, ബോഗെയിൻവില്ല, കോക്സ്കോം, കോഴിച്ചെടി പറയില്ല, ജാസ്മിൻ. പിന്നെ വെജിറ്റബിൾസ്, ടൊമാറ്റോ, ക്യാബേജ്, ക്യാരറ്റ്, ബ്രിഞ്ചാൾ, കോളിഫ്ലവർ, ബിറ്റർ ഗാർഡ്, ബ്രോഡ് ബീൻ, റെഡ് ഗാർഡ്, പൊട്ടറ്റോ, പംകിൻ, ബീറ്റ്റൂട്ട്, റാഡിഷ്, സ്പിനാച്ച്, കുക്കുംബർ. ഫ്രൂട്ട്സ്, ഓറഞ്ച്, ആപ്പിൾ, സ്ട്രോബെറി, ചിക്കു, പപ്പായ, grapes, mango, banana. ഇപ്പൊ ചിലപ്പോ നമ്മുടെ കുട്ടികളുടെ ചെറിയ ക്ലാസ്സിലെ ബുക്കിലൊക്കെ കാണുമായിരിക്കും. അതൊന്നും നിങ്ങൾക്ക് കഷ്ടപ്പെടേണ്ട വരില്ല. പിന്നെ ട്രീസ്, കാഷ്യൂ ട്രീ, ഒലീവ് ട്രീ, ചെറി ട്രീ, ഫിഗ് ട്രീ, ടാമറിൻഡ്, മഹാഗണി, ബാനിയൻ ട്രീ, കോക്കനട്ട് ട്രീ. പിന്നെ ഡൊമസ്റ്റിക് എക്യുപ്മെന്റ്സ് എന്ന് കാണും. ഇത് നമ്മുടെ വീടുകളിൽ യൂസ് ചെയ്യുന്ന ഉപകരണങ്ങൾ, ഹോം അപ്ലയൻസസ് ഇല്ലേ. ടേബിൾ ലാമ്പ്, ഇലക്ട്രിക് അയൺ, ഫാൻ, ഗ്യാസ് സ്റ്റൗ, എയർ കണ്ടീഷണർ, വാഷിംഗ് മെഷീൻ, വെറ്റ് ഗ്രൈൻഡർ, പ്രഷർ കുക്കർ, വാക്വം ക്ലീനർ, മിക്സർ, മിക്സർ, ഇലക്ട്രിക് ബൾബ്, റെഫ്രിജറേറ്റർ, ടെലിവിഷൻ, മ്യൂസിക് സിസ്റ്റം, മൈക്രോവേവ് ഓവൻ. ഓക്കെ, സ്വിംഗ് മെഷീൻ, ഫ്രൈങ് പാൻ, അങ്ങനെയൊക്കെയുള്ള കുറെ സാധനങ്ങൾ ഉണ്ടല്ലോ. പിന്നെ ക്ലാസ് റൂം എക്യുപ്മെന്റ്സ്, ബ്ലാക്ക് ബോർഡ്, വൈറ്റ് ബോർഡ്, ടെസ്റ്റർ, ടേബിൾ ആൻഡ് ചെയർ, ടെസ്റ്റ് പെൻ, ക്രാഫ്റ്റ് മെറ്റീരിയൽസ് ക്ലാസ്സിൽ വെക്കുന്നവരുണ്ട്, ബുക്ക് ഷെൽഫ്, ടെക്സ്റ്റ് ബുക്ക്, സ്കെയിൽ ആൻഡ് പെൻസിൽ, ഡെസ്ക് ആൻഡ് ബെഞ്ച്, അറ്റ്ലസ് ആൻഡ് ഗ്ലോബ്. ഇതെല്ലാം ക്ലാസ് റൂം എക്യുപ്മെന്റ്സ് ആയിട്ട് നമുക്ക് എഴുതാം. പിന്നെ എക്സ്റ്റേണൽ പാർട്സ് ഓഫ് ഹ്യൂമൻ ബോഡി അറിയാലോ, നമ്മുടെ ബോഡിയിൽ പുറമേ കാണുന്നത് ഹെഡ്, നോസ്, എൽബോ, ഹാൻഡ്, ലെഗ്, അങ്ങനെയൊക്കെ തന്നെ. ഫീറ്റ്, ആം, ലിപ്സ്, ടീത്ത്,
eye, ear, fingers, toes, mouth, internal organs, internal parts, liver, kidney, brain, lungs, heart, stomach, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, ബ്ലാഡർ, ഗാൾ ബ്ലാഡർ. ഹിസ്റ്റോറിക്കൽ ബിൽഡിങ്സ്, ഇന്ത്യ ഗേറ്റ്, രാജ്ഘട്ട്, കൊണാർക്ക് ടെമ്പിൾ, റെഡ് ഫോർട്ട്, താജ്മഹൽ, ഇതൊക്കെയാണ് ഹിസ്റ്റോറിക്കൽ ബിൽഡിങ്ങിലായിട്ട് വരുന്നത്. രാഷ്ട്രപതി ഭവൻ, ഗോൾഡൻ ടെമ്പിൾ, ഞാനെല്ലാം ഇന്ത്യയിലെ കാര്യം എഴുതിയത് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ആകാം കേട്ടോ. വിക്ടോറിയ മെമ്മോറിയൽ, വിവേകാനന്ദ റോക്ക്, മൈസൂർ പാലസ്. വെഹിക്കിൾസ്, ബൈസൈക്കിൾ, മോട്ടോർ സ്കൂട്ടർ, വാൻ, കാർ, ബസ്. അത് ഞാൻ വെഹിക്കിൾസിലെല്ലാം കൂടെ ഒരുമിച്ച് എഴുതി. ഹെലികോപ്റ്റർ, ഷിപ്പ്, അങ്ങനെ എല്ലാം ഒരുമിച്ച് എഴുതി. അപ്പൊ കുട്ടികളുടെ ഒരു സജഷൻ ആയിരുന്നു ഞങ്ങൾ 3ആയിട്ട് തിരിച്ചിട്ട് എഴുതിക്കോട്ടെ എന്നൊക്കെ ചോദിച്ചു. നിങ്ങൾക്ക് അങ്ങനെ എഴുതാം, കാരണം കുട്ടികളെ അങ്ങനെ പഠിപ്പിക്കാനും നല്ലതായിരിക്കുമല്ലോ. പിന്നെ നാച്ചുറൽ തിങ്സ്, നമുക്ക് നമ്മുടെ നേച്ചറിൽ കാണുന്ന നാച്ചുറൽ ആയിട്ടുള്ളത് അല്ലെ. റെയിൻ, ഓഷ്യൻ, വാട്ടർഫോൾ, ട്രീ, ഫ്ലവേഴ്സ്, ഫ്രൂട്ട്സ്, ക്ലേ ആൻഡ് റോക്ക്, ഒക്കെ നാച്ചുറൽ ആയിട്ടുള്ളതാണല്ലോ. പിന്നെ അനിമൽസും നാച്ചുറൽ ആണല്ലോ. ബേബി, ഹ്യൂമൻ ബീയിങ് നാച്ചുറൽ ആണ്. സോൾട്ട് നാച്ചുറൽ ആണ്. ഓക്കെ, അനിമൽസ് ലാൻഡിലുള്ളതും വാട്ടറിലുള്ളതും. പിന്നെ റെപ്റ്റൈൽസ്, ഇഴജന്തുക്കളില്ലേ, അതും നാച്ചുറൽ. എല്ലാം അതെല്ലാം ജീവനുള്ള എന്തും നാച്ചുറൽ ആണല്ലോ. റെയിൻബോ. റെയിൻബോ, യെസ്, വെരി ഗുഡ്. കുറെ എഴുതാൻ പറ്റും, കാര്യം 5 ഉള്ളെങ്കിലും പേജ് നമ്പർ ഒക്കെ നോക്കിയിട്ട് മാക്സിമം നിങ്ങൾക്ക് കളക്ട് ചെയ്യണം തോന്നുവാണെങ്കിൽ എഴുതും. പിന്നെ വോൾക്കാനോ, അഗ്നിപർവ്വതം, നാച്ചുറൽ. സ്നോഫോൾ, ലൈറ്റ്നിങ് അല്ലെ, ഇടിമിന്നല്. പിന്നെ വർക്കിംഗ് പേഴ്സൺ, ടീച്ചർ, ഫാമർ, സോൾജിയർ, കോബ്ലർ, ടൈലർ, ഡോക്ടർ, പോലീസ്മാൻ, മേസൺ, കൂലി, പോസ്റ്റ്മാൻ, ബാർബർ, കാർപ്പൻറ്റർ, ബ്ലാക്ക് സ്മിത്ത്, ഗോൾഡ് സ്മിത്ത്, പോട്ടർ, മെക്കാനിക്, നേഴ്സ്, എഞ്ചിനീയർ, ബേക്കർ, ഗ്രോസർ. ഇത്രയേ ഉള്ളൂ. വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്തു തീർക്കാൻ പറ്റുന്ന റെക്കോർഡ് എന്ന് വെച്ച് പേടിച്ച് ചെയ്യാതിരിക്കരുത്. പെട്ടെന്ന് നിങ്ങൾക്ക് വൺസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇത് നമ്മൾ പറയില്ലേ സ്റ്റാർട്ടിംഗ് ട്രബിൾ, സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് തീർക്കാൻ പറ്റുന്നതാണ് ഈ റെക്കോർഡ്, ഇപ്പൊ പറയുന്ന റെക്കോർഡ്. അപ്പൊ ഇത് നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ കോൺഫിഡൻസ് ആവും. പിന്നെയുള്ള 2 ഞാൻ പറയുന്നത് നമ്മുടെ ക്രിയേഷൻ, നമ്മുടെ ഇമാജിനേഷൻ, അതിനനുസരിച്ച് ചെയ്തതാണ്. ആദ്യം ഇത് 2 ചെയ്യാം. അപ്പൊ 2ാമത്തെ റെക്കോർഡിന്റെ ഡീറ്റെയിൽസ് ഞാൻ ഇന്ന് തന്നെ തരണോ, അതോ ഇത് എന്താ പറഞ്ഞോളൂ? കഴിഞ്ഞിട്ട് മതിയോ? ഓക്കെ. മിസ്, ഈ റെക്കോർഡ് ബുക്കിന്റെ ഫസ്റ്റ് പേജിൽ നമ്മൾ എഴുതേണ്ടുന്നത് അതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് പറയാമോ? ഫസ്റ്റ് പേജ് കണ്ടന്റ്സ് ഇൻഡെക്സ് പേജ് ആണ്. കണ്ടന്റ് പേജിൽ നിങ്ങൾ ഓരോ ആക്ടിവിറ്റി ഏതാണോ അത് എഴുതിയിട്ട് പേജ് നമ്പറും കാര്യങ്ങളും കൊടുക്കണം. അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. സാധാരണ നമ്മൾ ഇൻഡെക്സ് എഴുതുന്ന പോലെ തന്നെ എന്താണോ അത് എഴുതുക. അത് ഏത് പേജ് തുടങ്ങി ഏത് പേജ് വരെയുണ്ട് ആ പേജ് നമ്പർ കൊടുക്കുക. തന്നിരിക്കുന്ന ടൈറ്റിൽ നമ്മൾ ഇത് സബ്മിറ്റ് ചെയ്യേണ്ടുന്നതേ, അതിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പറയാമോ? ഈ റെക്കോർഡ് ബുക്ക് എഴുതി കഴിഞ്ഞു ഇത് സബ്മിറ്റ് ചെയ്യേണ്ട വേറൊന്നുമല്ല, നമുക്ക് ഓൺലൈൻ പ്ലാറ്റ്ഫോം ആണല്ലോ. ഇത് ഒരാൾ സബ്മിറ്റ് ചെയ്യാൻ അയാളുടെ ഉണ്ടാവും 100 പേജ്. അത് ഒരു റെക്കോർഡ് ആയിരിക്കില്ല, 5 റെക്കോർഡ് ആയിരിക്കും. അത്രയും ഡേറ്റ നിങ്ങൾ സോഫ്റ്റ് കോപ്പി ആയിട്ട് സബ്മിറ്റ് ചെയ്യാൻ ഭയങ്കര ടഫാണ് നമുക്ക് വാല്യൂ ചെയ്യാനായിട്ട്. ഇത് വാല്യൂ ചെയ്യുന്നത് വൈവ സെഷൻ ഉണ്ടാവും നിങ്ങൾക്ക് ഫൈനൽ മസ്റ്റ്. ആ വൈവ സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് പ്രാക്ടിക്കൽ സെഷൻ ഉണ്ടാകും. ഈ മോഡ്യൂൾ 1 പാർട്ട് 3 ആകുന്ന ഒപ്പം തന്നെ പ്രാക്ടിക്കൽ സെഷൻ. പ്രാക്ടിക്കൽ എന്ന് പറഞ്ഞാൽ മോഡ്യൂൾ 3 ആണ്. പ്രാക്ടിക്കൽ സെഷൻ ഓൺലൈൻ ആയിട്ട് ഡെമോ ക്ലാസ്സും ഉണ്ടാകും. നിങ്ങൾക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഓഫീസിൽ നേരിട്ട് വന്നിട്ട് പ്രാക്ടിക്കൽ ചെയ്യാം. അതിനുള്ള ഒരു പ്ലാറ്റ്ഫോം നമ്മൾ റെഡിയാക്കും. പറ്റുന്നവര്, ചിലർക്ക് അങ്ങനെ വരാൻ ബുദ്ധിമുട്ടുള്ളവരും ഉണ്ടാവുമല്ലോ. അപ്പൊ ആ ഒരു സമയം ആകുമ്പോഴേക്കും ഈ റെക്കോർഡിന്റെ എല്ലാ ഡീറ്റെയിൽസും തന്നു കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുവാണെങ്കിൽ, നേരിട്ട് വരുന്നവരാണെങ്കിൽ അവർക്ക് അന്ന് അവിടെ വെച്ചിട്ട് സൈൻ സീൽ ചെയ്ത് കൊണ്ടുപോകാൻ നമ്മൾ കമ്പൽസറി ആയിട്ട് ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല. പക്ഷെ കുട്ടികൾ എന്നെ പറഞ്ഞത് ഞങ്ങൾ ഇത്രയും എഫേർട്ട് എടുക്കുമ്പോൾ ഞങ്ങൾക്ക് അതിനൊരു വാല്യൂ, ഒരു സൈൻ എങ്കിലും കിട്ടണ്ടേ എന്ന് പറഞ്ഞാൽ അവർ കൊണ്ടുവരും. അസൈൻമെന്റ്സും റെക്കോർഡും റിപ്പോർട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം കൊണ്ടുവന്ന് സൈനും സീലും വാങ്ങിയിട്ട് കുട്ടികൾ ആ സമയത്ത് കൊണ്ടുപോകും.
പിന്നെ വൈവയുടെ സമയത്ത് നമ്മൾ ഓൺലൈനിലാണെങ്കിലും വൈവ ഓൺലൈനായിട്ട് കണ്ടക്ട് ചെയ്യാറ് ഗൂഗിൾ മീറ്റില് വൈവയുടെ സമയത്ത് നമ്മൾ ചോദിക്കും, റെക്കോർഡ് ബുക്കിന്റെ കാര്യങ്ങൾ ചോദിച്ച് നമ്മൾ വാല്യൂ ചെയ്യാറുണ്ട്. അല്ലാതെയുള്ള സബ്മിഷൻ നടക്കുക പോസിബിൾ അല്ല പ്രാക്ടിക്കൽ. മാം ഈ വൈവൊക്കെ ഇപ്പൊ നമുക്ക് പഠിപ്പിക്കുന്ന കാര്യങ്ങളാണോ ചോദിക്കുക അതോ പുറമെ എങ്ങനെ എന്തെങ്കിലും ആയിരിക്കോ? ഇറ്റ് ഡിപ്പെൻസ്. മോണ്ടിസോറി മെത്തേഡ് അല്ലേ, പ്രാക്ടിക്കൽസ്. നിങ്ങൾക്കൊരു സ്പ്ലിറ്റപ്പ് വന്നിട്ടില്ലേ തിയറിയെ കുറിച്ചും പ്രാക്ടിക്കലിനെ കുറിച്ചും? PDF ഏതൊക്കെ സബ്ജക്റ്റ് ആണെന്ന തിയറി പാർട്ടിലും അതിന്റെ ഓരോന്നിനുള്ള മാർക്കും പ്രാക്ടിക്കലിന്റെ കാര്യങ്ങളും അതിനുള്ള മാർക്കുകളും അങ്ങനെ തന്നിട്ടില്ലേ? ഇല്ല, തന്നിട്ടില്ല. ഓക്കെ, തരാനായിട്ട് പറയാം കേട്ടോ. അപ്പൊ അത് നിങ്ങൾക്ക് തരും. അതിൽ നിന്ന് മനസ്സിലാകും എത്ര സബ്ജക്റ്റ് ഉണ്ട്. ഓരോ സബ്ജക്ട് വൈസ് ആയിട്ടായിരിക്കും ഈ മാർക്ക് ഇടുന്നത്. പിന്നെ അതുപോലെ തന്നെ പ്രാക്ടിക്കൽ സെഷനിലും ഇതുപോലെ തന്നെ ഓരോ സെഷനും ഉണ്ട്, അതിലും മാർക്ക് ഉണ്ടായിരിക്കും. ഇത് ഞാൻ തരാനായിട്ട് പറയാം. റെക്കോർഡ് റൈറ്റിംഗ് ഡീറ്റെയിൽസും തരാനായിട്ട് പറയാം. പിന്നെ മാം ഒരു അസൈൻമെന്റ് തന്നായിരുന്നല്ലോ, അത് കുറെ പേർ എന്നോട് ഡൗട്ട് ചോദിച്ചു എന്താണ് ശരിക്കും അത് എങ്ങനെയാണ്. ഇതാണ് അസൈൻമെന്റ്. ഹെൽത്ത്, ഫിസിക്കൽ ഫിറ്റ്നസ്, വെൽനെസിന്റെ പിക്ചേഴ്സ് ഒട്ടിച്ചാൽ മാത്രം മതിയോ, അത് എഴുതണോ? പിന്നെ പിന്നെ ഓക്കെ മാം. അല്ല, എനിക്ക് ഹെൽത്തും ഫിസിക്കൽ ഫിറ്റ്നസും എന്താ റെക്കോർഡിൽ ഒട്ടിക്കണ്ടേന്ന് മനസ്സിലായി, പക്ഷെ വെൽനെസ് എനിക്ക് കറക്റ്റ് മനസ്സിലായില്ല. അത് ഞാൻ എന്നോട് ചോദിക്കുന്നവരോടൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു, ഇന്ന് മാമിനോട് ഒന്നും കൂടി ചോദിക്കാന്ന്. വെൽനെസ് നമ്മള് സന്തോഷം, സമാധാനം, നമ്മുടെ ഒരു വെൽ ബീയിങ് അല്ലെ, നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുന്നു. ഹെൽത്തും ഫിസിക്കൽ ഫിറ്റ്നസും ഉണ്ട്, പക്ഷെ നമ്മൾക്ക് സ്ട്രെസ് ആണ് ഉള്ള രീതിയിലാണെങ്കിൽ അത് ബുദ്ധിമുട്ടല്ലേ. അപ്പൊ വെൽനെസ് പറഞ്ഞാൽ നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുന്നു. അത് നമ്മളുടെ ഫാമിലി ആയിട്ട് ചേർന്നുള്ള എന്തെങ്കിലും ഒരു പിക്നിക്കോ മൂവി കാണുന്നതോ ഭക്ഷണം കഴിക്കുന്നതോ, അങ്ങനെ ഹാപ്പി ആയിട്ട് നമ്മൾ നമ്മളുടെ ഫാമിലി ആയിട്ടോ നമ്മളുടെ വർക്ക് ചെയ്യുന്ന സ്ഥലത്തോ പഠിക്കുന്ന സ്ഥലത്തോ ഒക്കെ ആയിട്ട് ഫ്രണ്ട്സും ആയിട്ടിരിക്കുന്നതിന്റെ ഒരു പിക്ക് മതി. അതാണ് വെൽനെസ്. ഇത് ജസ്റ്റ് പിക്ചർ ഒട്ടിച്ചാൽ മാത്രം മതിയല്ലേ മാം? മതി. ഒന്നും എഴുതണ്ട, ടൈറ്റിൽ മാത്രം കൊടുക്കുക. ഓക്കെ, റെക്കോർഡ് റൈറ്റിംഗ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഷെയർ ചെയ്യണം. പിന്നെ സബ്ജക്ട് ഡീറ്റെയിൽസ് ഇപ്പൊ തന്നെ കൊടുത്തേക്കല്ലേ, ക്ലാസ് ചെയ്യുമ്പോൾ ഞാനങ്ങ് മറന്നു. ഓക്കെ, അപ്പൊ ആ സബ്ജക്റ്റിന്റെയും പ്രാക്ടിക്കലിന്റെയും ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടും. സബ്ജക്റ്റിനെ കുറിച്ച് ഞാൻ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. നിങ്ങൾക്ക് ഡിപ്ലോമയ്ക്ക് 7 സബ്ജക്റ്റ് ആണ്. ഡിപ്ലോമ PG കോമൺ ആയിട്ട് 7 സബ്ജക്റ്റും PGക്കാർക്ക് അഡീഷണൽ 2 സബ്ജക്റ്റും കൂടി ഉണ്ടാവും. ബാച്ച് അല്ലേ? ഓക്കെ തന്നെ. അപ്പൊ 7 സബ്ജക്റ്റ് എങ്ങനെയാണെന്ന് ഞാൻ പറയാം. മോഡ്യൂൾ 1 സിലബസ് എല്ലാവരുടെയും കയ്യിലുണ്ടല്ലോ. അതില് പാർട്ട് 1 ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ ആണ് ഫസ്റ്റ് സബ്ജക്ട്. അതായത് 8 യൂണിറ്റ്സ് ചേരുന്നതാണ് ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ. പാർട്ട് 2 ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് സൈക്കോളജി എന്നാണ് ടൈറ്റില്. അതിൽ യൂണിറ്റ് 1 തുടങ്ങി യൂണിറ്റ് 5 വരെ ചൈൽഡ് ഡെവലപ്മെന്റും, യൂണിറ്റ് 6 തുടങ്ങി യൂണിറ്റ് 10 വരെ സൈക്കോളജി. മൂന്നാമത്തെ സബ്ജക്ട്. ഫസ്റ്റ് സബ്ജക്ട് ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ, അത് പാർട്ട് 1 മുഴുവനും. സെക്കൻഡ് സബ്ജക്ട് പാർട്ട് 2ന്റെ പകുതി, 1 തുടങ്ങി 5 വരെ ചൈൽഡ് ഡെവലപ്മെന്റ്, 6 തുടങ്ങി 10 വരെ സൈക്കോളജി. 3 സബ്ജക്റ്റായി. ഇനി പാർട്ട് 3. പാർട്ട് 3ലും 10 യൂണിറ്റ്സ് നമുക്ക് ഉണ്ട്. അതിലെ 5 യൂണിറ്റ്സ് മോണ്ടിസോറി ഫിലോസഫി ഓഫ് എഡ്യൂക്കേഷനും, ബാക്കി 5 യൂണിറ്റ്സ് മോണ്ടിസോറി തിയറി, മെത്തേഡ്സ് ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞിട്ട്. അത് പക്ഷെ വരുന്നത് 1, 3, 4, 5, 6 ആണ് ഫസ്റ്റ് സബ്ജക്ട്. 2, 7, 8, 9, 10 അങ്ങനെയാണ് സെക്കൻഡ് സബ്ജക്ട് വരുന്നത്. ഓക്കെ, അപ്പൊ അത് പിന്നെ അവിടെ ഒന്നുകൂടെ ഒന്ന് പറയാമോ പാർട്ട് 3ലെ കാര്യം?
പാർട്ട് 3-ല് 2 സബ്ജക്റ്റ് ആണുള്ളത്. മോണ്ടിസോറി ഫിലോസഫി ഓഫ് എഡ്യൂക്കേഷൻ, ദാറ്റ് ഈസ് 1, 3, 4, 5, 6. ഓക്കെ, ദെൻ അതായത് 5 യൂണിറ്റ്സ് ആ ഒരു പാർട്ടിൽ നിന്നും 5 യൂണിറ്റ്സ് ഒരു സബ്ജക്റ്റിനും 5 യൂണിറ്റ്സ് മറ്റേ സബ്ജക്റ്റിനും. മോണ്ടിസോറി തിയറി, മെത്തേഡ്സ് ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻ. യൂണിറ്റ്സ് കറക്റ്റ് ഒന്നുകൂടെ കൺഫേം ചെയ്യാം. പിന്നെ ലാസ്റ്റ് പാർട്ട് 4 സ്കൂൾ ഓർഗനൈസേഷൻ ആൻഡ് മാനേജ്മെന്റ് സംതിങ് ലൈക്ക് ദാറ്റ്, അങ്ങനെയല്ലേ ആ ഒരു പാർട്ട്, അത് ഒരു സബ്ജക്ട്. 6 സബ്ജക്ട് മോഡ്യൂൾ 1-ൽ വരും. 6 സബ്ജക്ട് മോഡ്യൂൾ 1 പ്ലസ് മോഡ്യൂൾ 2 ഇംഗ്ലീഷ് 7ാമത്തെ സബ്ജക്ട്. ഇത് കോമൺ ആണ് ഡിപ്ലോമയ്ക്കും PGക്കും. കോമൺ ഫോർ ബോത്ത് ഡിപ്ലോമ ആൻഡ് PG. പരീക്ഷ നടക്കുമ്പോൾ ഈ കോമൺ സബ്ജക്ട്സ് നിങ്ങൾ 2 കൂട്ടർക്കും ഒരേപോലെ ആയിരിക്കും. അല്ലാണ്ട് ഡിപ്ലോമയ്ക്ക് വേറെ പരീക്ഷ, PGക്ക് വേറെ പരീക്ഷ അങ്ങനെയില്ല. കോമൺ സബ്ജക്ട്സ് ഒരുമിച്ച് തന്നെ എഴുതാം ഒരു ബാച്ചിലുള്ളവരെ. നെക്സ്റ്റ് PGക്കാർക്ക് മോഡ്യൂൾ 4 ഒരു സബ്ജക്ട്, മോഡ്യൂൾ 5 ഒരു സബ്ജക്ട്. അപ്പൊ അങ്ങനെ അവർക്ക് 2 സബ്ജക്ട് എക്സ്ട്രാ ഉണ്ട്. ഡിപ്ലോമയ്ക്ക് 7 സബ്ജക്ട് വരുമ്പോൾ PGക്ക് 7 + 2 9 സബ്ജക്ട് വരും. ഡിപ്ലോമക്കാരുടെ ടോട്ടൽ തിയറി മാർക്സ് 700, PGക്ക് 900. പിന്നെ പ്രാക്ടിക്കൽ സെഷൻ ആണ്. പ്രാക്ടിക്കൽ സെഷൻ അത് ഡിപ്ലോമയ്ക്ക് 5 സെഷൻസ് ഉണ്ട്. അതായത് 500 മാർക്കിലായിരിക്കും പ്രാക്ടിക്കൽ. PGക്കാർക്ക് 600 മാർക്കായിരിക്കും. ഈ 5 സെഷൻ പ്ലസ് ഒരു സെഷനും കൂടെ PGക്ക് ഉണ്ട്. സെമിനാറും കൂടെ PGക്ക് ഉണ്ട്. അപ്പൊ 6 സെഷൻ വരും PGക്കാർക്ക്. 600 മാർക്ക്, ഡിപ്ലോമയ്ക്ക് 500 മാർക്ക്. അപ്പോൾ ഡിപ്ലോമക്കാരുടെ ടോട്ടൽ മാർക്ക് 1200-ഉം PGക്കാരുടെ ടോട്ടൽ മാർക്ക് 1500-ഉം. ക്ലിയർ ആയോ? 7 സബ്ജക്ട് കോമൺ ഫോർ ബോത്ത് PG ആൻഡ് ഡിപ്ലോമ. PGക്ക് 2 സബ്ജക്ട്സ് എക്സ്ട്രാ. 5 സെഷൻസ് കോമൺ ഫോർ PG ആൻഡ് ഡിപ്ലോമ. പ്രാക്ടിക്കൽ എക്സ്ട്രാ 1 സെഷൻ പ്രാക്ടിക്കലില് PGക്ക് ഉണ്ടാവും. ടോട്ടൽ മാർക്സ് രണ്ടും കൂടെ ചേർത്ത് ടോട്ടൽ മാർക്സ് ഡിപ്ലോമയ്ക്ക് 1200-ഉം PGക്ക് 1500. ഇതിലായിരിക്കും നിങ്ങളുടെ ടോട്ടൽ മാർക്സ് വരുന്നതും നിങ്ങളുടെ ഗ്രേഡും പെർസെന്റേജും ഒക്കെ അങ്ങനെയാണ് വരുന്നത്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. മാർക്ക് ലിസ്റ്റില് ഈ ഓരോന്നിന്റെ മാർക്ക് സെപ്പറേറ്റ് ആയിട്ടുണ്ടാവും. എപ്പോഴും ഓർക്കുക, മോണ്ടിസോറി മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാവുന്ന ഒരാളാണ് നിങ്ങളെ ഇന്റർവ്യൂ ചെയ്യുമോ അല്ലെങ്കിൽ എവിടെയെങ്കിലും നിങ്ങൾ ജോലിക്ക് പോകുമ്പോഴേക്കും അവര് മെയിൻലി നോക്കുന്നത് പ്രാക്ടിക്കൽ സെഷന്റെ മാർക്കിലായിരിക്കും. തിയറിയെ അത്ര ഇതാക്കില്ല. തിയറി നോക്കുമില്ല എന്നില്ല, പ്രാക്ടിക്കലില് നിങ്ങളുടെ അവയർനെസ് ആണ് അവിടെ നോക്കുന്നത്. ഓക്കെ, പല കുട്ടികളും ഇത് വൈവ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാലാണ് പ്രാക്ടിക്കൽ സെഷനിലെ മാർക്ക് നമ്മൾ ഇടുള്ളൂ. പ്രാക്ടിക്കൽ സെഷനിലെ മാർക്ക് നമ്മൾ ഇടുന്നത് വൈവയിലെ നിങ്ങളുടെ പെർഫോമൻസ് വെച്ചിട്ടാണ്. ഓക്കെ, പല കുട്ടികളും തിയറി ഒക്കെ എഴുതി കഴിയുമ്പോൾ പറയും ഞാൻ ഫീസ് അടച്ചതല്ലേ, എനിക്ക് സർട്ടിഫിക്കറ്റ് തന്നൂടെ, വൈവ മാത്രമല്ലേ അറ്റൻഡ് ചെയ്യാത്തതെന്ന് ചോദിക്കും. ആക്ച്വലി വൈവയാണ് മെയിൻ. അവിടെയാണ് ആ കുട്ടി മോണ്ടിസോറി മെത്തേഡ് എത്രത്തോളം മനസ്സിലാക്കി ടീച്ചിങ് പ്രാക്ടീസിന് പോയപ്പോ അല്ലെങ്കിൽ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ ആ ജോലിയിൽ അതെങ്ങനെ അപ്ലൈ ചെയ്തു എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത്. ഓക്കെ, സോ ഇപ്പൊ തന്നെ നിങ്ങൾക്ക് റെക്കോർഡ് റൈറ്റിംഗ് ഡീറ്റെയിൽസും അതുപോലെ തന്നെ ബുക്സ് സബ്ജക്റ്റിന്റെ ഡീറ്റെയിൽസും കിട്ടിയിട്ടുണ്ടാകണം, ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഫൈൻ. അപ്പം ഇതാണ് ഇപ്പൊ റെക്കോർഡിന്റെ ഡീറ്റെയിൽസും പിന്നെ സബ്ജക്റ്റിന്റെ ഡീറ്റെയിൽസും വരുന്നത്. സബ്ജക്റ്റിന്റെ ഡീറ്റെയിൽസിന്റെ ഒരു PDF വരും, അത് കിട്ടുമ്പോഴേക്കും കുറച്ചുകൂടെ മനസ്സിലാകും. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഇപ്പൊ ഇതിന് ക്ലാസ് എടുക്കാനുള്ള ടൈമില്ല. മിസ്, അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുന്നതിന്റെ എങ്ങനെയാന്ന് പറഞ്ഞില്ല. അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുന്ന ഗൂഗിൾ ക്ലാസ് റൂമിൽ ചെയ്യുന്നല്ലേ മിസ്? എന്താണെന്നറിയോ, നിങ്ങളിപ്പോ പുതിയ ബാച്ച് അല്ലേ, നമ്മളുടെ 9 തുടങ്ങിയുള്ള ബാച്ചുകളുടെ വാല്യൂ ചെയ്യാനുണ്ട്. അപ്പൊ അവരുടെ ഒന്ന് ഒരുവിധമായിട്ട് നിങ്ങൾക്ക് അത് ക്ലാസ് റൂമിൽ ക്വസ്റ്റ്യൻ തരുവാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെയും കൂടെ ഒരുമിച്ച് വരും. എല്ലാം കൂടെ നമുക്ക് പെട്ടെന്ന് ചെയ്യാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് അവരുടെ ഒരു ലെവൽ ആയി കഴിയുമ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ തരാമെന്ന് വിചാരിച്ചിട്ടാണ്.
പ്രിപ്പയർ ചെയ്ത് വെച്ചോളൂ. ക്വസ്റ്റ്യൻ വരുമ്പോ ഇട്ടാൽ മതി. അതുകൊണ്ടാണ് കേട്ടോ 15, 16, 17 ഉള്ളവരുടെ ക്വസ്റ്റ്യൻ ഞാൻ ഇതുവരെയും കൊടുത്തിട്ടില്ല. കാരണം 14 വരെ ഉള്ളവരുടെ ഒന്ന് ഒരുവിധം മുഴുവൻ വാല്യൂ ചെയ്തിട്ടെന്നല്ല, ഒന്ന് സെറ്റ് ആയി കഴിയുമ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഇടാം. അല്ലെങ്കിൽ ഇങ്ങനെ എല്ലാവരുടെയും കൂടെ ഒരുമിച്ച് വരും. അതുകൊണ്ട് മിസ്സേ, ഇപ്പൊ റെക്കോർഡ് ബുക്ക് മേടിച്ചു കഴിഞ്ഞാൽ എഴുതി തുടങ്ങാമല്ലോ അല്ലേ? അല്ലാണ്ട് തീർച്ചയായിട്ടും ചെയ്യാം, എഴുതി തുടങ്ങാം. എഴുതി നിങ്ങൾ കംപ്ലീറ്റ് ആകുമ്പോൾ ക്ലാസ്സിൽ ഒന്ന് ഷെയർ ചെയ്യാം. കാരണം അപ്പൊ അതിനനുസരിച്ച് അടുത്തതിന്റെ നമുക്ക് ഷെഡ്യൂൾ ചെയ്യാലോ. അതുകൊണ്ട് ലേറ്റ് ആക്കണ്ട. ആദ്യം അതിന്റെ അവൈലബിലിറ്റി റേറ്റ് ഒക്കെ ഒന്ന് നോക്കുക. പിന്നെ ശ്രദ്ധിക്കാട്ടോ, ഒരു 120 പേജസ് അത്രയൊക്കെ മതി. കാരണം ചില കുട്ടികൾക്ക് വലിയ റെക്കോർഡ് ബുക്ക് കിട്ടും, അതിന്റെ പകുതി പോലും വേണ്ടി വരില്ല ചിലപ്പോൾ എഴുതി വരുമ്പോ. അപ്പൊ ബാക്കി ബാലൻസ് ആവും. അപ്പൊ ഞങ്ങൾ രണ്ടും കൂടി ഒരു റെക്കോർഡിൽ എഴുതിക്കോട്ടെ എന്നൊക്കെ ചോദിക്കാം. അങ്ങനെ ചെയ്യുന്നതിന് ഞാനൊന്നും പറയില്ല. പക്ഷെ നമ്മള് അവിടെ ഇന്റർവ്യൂവിന് പോകുമ്പോഴേ അവര് റെക്കോർഡ്സ് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മള് റഫ് ബുക്കിൽ എഴുതുന്ന പോലെ എല്ലാം കൂടെ ഒരെണ്ണത്തിൽ എഴുതി വെച്ചത് പോലെ ആയി പോകരുതല്ലോ. ഓരോ ടോപ്പിക്കിനും ഓരോന്നെന്ന് പറയുമ്പോൾ അതൊരു സ്റ്റാൻഡേർഡ് ആണല്ലോ, റെക്കോർഡല്ലേ. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കാട്ടോ. പേജ് കിട്ടുമ്പോൾ കുറെ വലിയ റെക്കോർഡ് ബുക്ക് വാങ്ങരുത്. അത് റേറ്റ് ഒക്കെ പറഞ്ഞപ്പോ ഞാനിങ്ങനെ 190, 200 ആയി എന്നൊക്കെ പറഞ്ഞു റെക്കോർഡ് ബുക്കിന്. അപ്പോഴാണ് മനസ്സിലായത് അത് വളരെ വലിയ റെക്കോർഡ് ബുക്കാണ്. അത്രയും വേണ്ട. നമ്മളുടെ +2 സ്റ്റുഡൻസിന് സാധാരണ കൊടുക്കുന്നത് തന്നാൽ മതി. ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഏകദേശം 120, 125 പേജസ് എങ്ങാണ്ടേ ഉള്ളൂ. അതെനിക്ക് ബാലൻസ് ഒരു 10, 12 പേജൊക്കെയാണ് ഈ മൈ കളക്ഷൻ ബുക്ക് ചെയ്തപ്പോൾ എനിക്ക് ബാക്കി വന്നത്. ഈ ഒരു തിക്നെസ് കുറച്ച് പേജേ ബാക്കി വന്നുള്ളൂ. പിന്നെ നമ്മൾ ഏതെങ്കിലും എഴുതുമ്പോൾ നമുക്ക് 2 പേജ്, ചിലപ്പോൾ ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ ചിലരുടെ വലുതായിരിക്കുമല്ലോ എഴുതുന്നതിന്റെ. അപ്പോ 2 പേജ് ലെസ് ആണെന്ന് തോന്നുന്നു. വേറൊരു റെക്കോർഡ് ബുക്കിൽ നിന്ന് അത് ടിയർ ചെയ്തിട്ട് അതിൽ എഴുതിയിട്ട് ജസ്റ്റ് ബാക്കിൽ നിന്ന് നല്ലപോലെ നീറ്റ് ആയിട്ടൊന്ന് പേസ്റ്റ് ചെയ്താൽ മതി. 2 പേജ്, 3 പേജ്, 4 പേജ് ഒക്കെ ആവുമ്പോൾ അങ്ങനെ ചെയ്യാലോ. മാം, ഫസ്റ്റ് റെക്കോർഡ് വന്നിട്ട് പ്ലെയിൻ ആയിട്ടുള്ളതിൽ എഴുതുന്നതായിരിക്കുമല്ലോ നല്ലത്. പക്ഷെ ഇതിൽ ഒരുപാട് എഴുതാനുണ്ടല്ലോ ഇപ്പൊ കുറച്ചൊക്കെ. ഫസ്റ്റ് 4 or 5 ആക്ടിവിറ്റി എങ്ങാണ്ടേ നമുക്ക് എഴുതാനുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ അത് പ്ലെയിൻ തന്നെ പറഞ്ഞത്. പിന്നെ ഫുൾ നമ്മള് കളക്ഷൻ പിക്ചേഴ്സ് ഒട്ടിക്കുവാണല്ലോ. ലൈൻസിന്റെ മുകളിൽ ഒട്ടിക്കുമ്പോ കാണാനൊരു സുഖം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. ചിലർക്ക് വരയ്ക്കാൻ ഇഷ്ടമായിരിക്കും. അപ്പൊ വരച്ചോട്ടെ എന്ന് ചോദിച്ച കുട്ടികളുണ്ട്. പിന്നെ ചില കുട്ടികൾ ചോദിച്ചു ഓരോ പിക്ചറിനെ കുറിച്ച് എന്താ പറയാ എഴുതിക്കോട്ടെ, പിക്ചറിനെ കുറിച്ച് എഴുതിക്കോട്ടെ എന്നൊക്കെ. അപ്പൊ ഡൊമസ്റ്റിക് അനിമൽസ് അതിനെ കുറിച്ച് ചെറിയൊരു റൈറ്റപ്പ് എഴുതിക്കോട്ടെ എന്നൊക്കെ ചോദിച്ചു. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. കൗവിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്യും, ബോട്ട് എന്ത് പ്രൊവൈഡ് ചെയ്യും, അങ്ങനെയുള്ളത്, ഓക്സിനെ എന്തിനു യൂസ് ചെയ്യും, അങ്ങനെയൊക്കെ എഴുതണമെന്ന് പോയിന്റ്സ് ആയിട്ട് എഴുതുന്ന താല്പര്യം ഒക്കെ പറഞ്ഞവരുണ്ട്. അതൊക്കെ ടൈമും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതൊക്കെ ചെയ്തോളൂ. കുട്ടികളെ പഠിപ്പിക്കുന്നത് ഹെൽപ്ഫുൾ ആയിരിക്കും. ടീച്ചർ, എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. ഈ +2 കഴിഞ്ഞവർക്ക് ഡയറക്റ്റ് ആയിട്ട് PG ചെയ്യാൻ പറ്റുമോ, അതോ ഡിപ്ലോമ കഴിഞ്ഞതിന് ശേഷമേ PG ചെയ്യാൻ പറ്റുകയുള്ളോ? ഏത് ഡിപ്ലോമയുടെ കാര്യം ചോദിക്കുന്നത്? ഇതിന്റെയാണോ? അല്ല, മോണ്ടിസോറിയുടെ തന്നെ. മോണ്ടിസോറിയുടെ PG സ്റ്റുഡൻസും ഡിപ്ലോമ സ്റ്റുഡൻസും ഒരു ക്ലാസ്സിൽ തന്നെയാണ്. കാരണം അവർക്ക് കോമൺ ആണ്. മോഡ്യൂൾ 1ഉം മോഡ്യൂൾ 2ഉം മോഡ്യൂൾ 3ഉം കോമൺ ആണ്. അതുവരെയും അവർ ഒരേ കാര്യമാണ് പഠിക്കുന്നത്. അത് കഴിഞ്ഞ് മോഡ്യൂൾ 4 and 5 മാത്രമാണ് PGക്കാര് 2 സബ്ജക്ട് എക്സ്ട്രാ പഠിക്കുന്നത്. പിന്നെ ജയദേവ് സാർ കയറി നിങ്ങളുടെ ആ റിലേറ്റഡ് ഡൗട്ട്സ് എല്ലാം ക്ലിയർ ചെയ്തതാണല്ലോ. സാറിന്റെ വീഡിയോ ഒന്ന് നോക്കൂ. സാർ വളരെ ഓതന്റിക് ആയിട്ടും ഓതറൈസ്ഡ് ആയിട്ടും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം അതിനകത്ത് ജെന്യുവൻ ആയിട്ട് സാറിന്റെ കുറെ ഇൻഫർമേഷൻസ് കിട്ടിയിട്ടുണ്ടാകും. ആ വീഡിയോ നോക്കൂ, അതായിരിക്കും നല്ലത്. സാർ കയറിയതല്ലായിരുന്നു ഒരു ക്ലാസ്സിൽ? ഒരു ദിവസം ഞാൻ നിങ്ങൾക്ക് ക്ലാസ്സിൽ തുടങ്ങിയപ്പോ ½ കഴിഞ്ഞപ്പോ സാർ കയറിയില്ലായിരുന്നോ? മേ ബി നമ്മളുടെ ഫസ്റ്റ് ക്ലാസ് എന്തോ ആയിരുന്നു തോന്നുന്നു അത്. മാം, ഒരു ഡൗട്ട് ഉണ്ട്. ഈ 2 റെക്കോർഡ് ഇത് രണ്ടും ഇല്ലേ ടീച്ചർ തന്നത്? ഇപ്പൊ 2 വർക്കുകളും ഒരു റെക്കോർഡിൽ തന്നെ ചെയ്താൽ മതിയോ, അല്ലെങ്കിൽ 2 റെക്കോർഡിൽ ചെയ്യണോ? ഞാൻ 2 പറഞ്ഞില്ലല്ലോ, ഞാൻ ഒരു റെക്കോർഡിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞോളൂ. മൈ കളക്ഷൻ ബുക്ക് മൈ കളക്ഷൻ ബുക്ക് ഒറ്റ റെക്കോർഡാ. കിഡ്സ് ആക്ടിവിറ്റി ബുക്ക് അത് 2ാമത്തെ റെക്കോർഡാണ്. മീൻസ് 4th ആയിട്ട് നമ്മൾ എഴുതിയിരിക്കുന്നത്. അതിനെ പറ്റി പറഞ്ഞില്ല, കാരണം എല്ലാരും പറഞ്ഞു മൈ കളക്ഷൻ ബുക്ക് കഴിഞ്ഞിട്ട് അത് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ അങ്ങനെ നിർത്തിയത്.
ഓക്കെ ഓക്കെ. ഒരൊറ്റ എല്ലാം 5 റെക്കോർഡ് വേണം നിങ്ങൾക്ക്. 5 ഉണ്ട്. 5 റെക്കോർഡിലാണ് എഴുതേണ്ടത് കേട്ടോ. ഓക്കെ. കാരണം നിങ്ങളുടെ മാർക്ക് ലിസ്റ്റിലെ റെക്കോർഡ് എന്ന് പറഞ്ഞിട്ട് അതിന്റെ മാർക്ക് ഉണ്ടാകും. ഒരു ഇന്റർവ്യൂ ചെയ്യുന്നവര് ചോദിക്കും റെക്കോർഡ് ഒന്ന് കാണിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ റഫ് ബുക്കിൽ എഴുതുന്ന പോലെ എല്ലാം കൂടെ ഒന്നിൽ എഴുതിയാൽ ശരിയാവില്ലല്ലോ. അതുകൊണ്ടാണ് ഓരോ തിമാറ്റിക് ആയിട്ടാണ്, ഓരോ തീം വെച്ചിട്ടാണ് നമ്മൾ ഓരോ റെക്കോർഡും എഴുതി വെക്കുന്നത്. അത് നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും. 5 എണ്ണം. ഫസ്റ്റ് വൺ മൈ കളക്ഷൻ ബുക്ക്, നമ്മൾ മാക്സിമം കളക്ട് ചെയ്യാവുന്ന കാര്യങ്ങൾ. സെക്കൻഡ് വൺ റൈം ബുക്കാണ്, അതായത് റൈംസ് മാത്രമാണ് ആ റെക്കോർഡിൽ എഴുതേണ്ടത്. അവിടെയും തീം തരും, ആ തീമിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റൈംസ്. അടുത്തത് സ്റ്റോറി ബുക്കാണ്, ഓരോ തീം ഉണ്ട്, ആ തീമിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്റ്റോറി എഴുതണം. ഫോർത്ത് വൺ പസിൽസ് ആൻഡ് അതർ കിഡ്സ് ആക്ടിവിറ്റി. അതിന് ഞാൻ നെക്സ്റ്റ് നിങ്ങൾ ഇത് തീരുമ്പോൾ, മൈ കളക്ഷൻ ബുക്ക് ഓൾമോസ്റ്റ് തീരാറാകുമ്പോൾ അതിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞുതരും. ഫിഫ്ത്ത് വൺ മോഡ്യൂൾ 3 ആണ്, മറിയ മോണ്ടിസോറി ഡിസൈൻ ചെയ്ത മെറ്റീരിയൽസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ്, ആ മെറ്റീരിയൽസിന്റെ പിക്ചേഴ്സ്, ആ മെറ്റീരിയലിന്റെ ഫീച്ചേഴ്സ്, അതുവഴി കുട്ടികൾ എന്തൊക്കെ പഠിക്കുന്നു, ഇതൊക്കെയാണ് 5th റെക്കോർഡ് വരുന്നത്. ക്ലിയർ ആയോ? ഓക്കെ, താങ്ക് യു മാം. മാം നമുക്ക് റെഫറൻസിന് വേണ്ടി എന്തെങ്കിലും റെക്കോർഡ് വല്ലതും തരില്ല. ഇല്ലല്ലേ? തന്നെ ചെയ്യണം നിങ്ങൾ. ടെൻഷൻ ആരുടെയും ഒന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഓക്കെ ആവും. 5ാമത്തെ റെക്കോർഡ് മാത്രമേ തരുള്ളൂ. കാരണം എന്ന് വെച്ചാൽ അത് വാരി വലിച്ച് എഴുതേണ്ട കാര്യമില്ല. ജസ്റ്റ് ഓരോ മെറ്റീരിയലിന്റെ ഫീച്ചേഴ്സ് അപ്പൊ അത് നല്ലപോലെ എഴുതിയൊരു കുട്ടിയുടെ നമ്മൾ സ്കാൻ ചെയ്ത് നിങ്ങൾക്ക് അയച്ചു തരും. ബാക്കിയെല്ലാം നമ്മൾ തന്നെ ഇരുന്ന് ആലോചിച്ച് ചെയ്യേണ്ടതാ. ഒന്നും നമുക്ക്, ഞാനിപ്പോ ഡീറ്റെയിൽസ് പറഞ്ഞു, ആ ഡീറ്റെയിൽസ് വെച്ചിട്ട് നിങ്ങളിത് തന്നെ ഇരുന്ന് കളക്ട് ചെയ്ത് എഴുതണം. എന്നാലേ നമുക്ക് നമ്മൾ എഫേർട്ട് എടുത്തതിനെ നമുക്ക് ആ ഒരു ഫീൽ. ഇത് നിങ്ങൾ തന്നെ എഴുതിയാല. ഇനിയിപ്പോ കഥയും കവിതയൊക്കെ തന്നെത്താൻ എഴുതണ്ടേ, എന്ത് ചെയ്യും? അതൊക്കെ തന്നെ എഴുതേണ്ടതാ. ആരെങ്കിലും എഴുതി വെച്ചത് കോപ്പി ചെയ്യാൻ പറ്റില്ല. തന്നെത്താനും നമ്മൾ കഥ എഴുതണം, തന്നെ കവിതകൾ എഴുതണം, കുട്ടികൾക്ക് പറ്റുന്നത്. സ്കെച്ച് പെൻ ഒക്കെ യൂസ് ചെയ്യാലോ അല്ലേ മാം? എങ്ങനെയും ഡിസൈൻ ചെയ്യാം പേജസ്. സ്കെച്ച് പെൻ യൂസ് ചെയ്യാം. പക്ഷെ സ്കെച്ച് പെൻ യൂസ് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, സ്മഡ്ജ് ആവരുത്. കാരണം സ്കെച്ച് പെന്നിന് അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. ഇപ്പം നല്ല ക്വാളിറ്റി ഉള്ളത് ഇറങ്ങുന്നുണ്ട്, അങ്ങനെ ആവുന്നില്ല എന്നൊക്കെ കുട്ടികൾ പറയണ്ടായിരുന്നു കേട്ടോ. എഴുതി കഴിയുമ്പോൾ ബാക്ക് സൈഡിൽ അതിന്റെ കളർ ഇങ്ങനെ കാണും. ഒന്ന് വെള്ളം അറിയാതെ വീണ് കഴിഞ്ഞാൽ അതങ്ങ് സ്പ്രെഡ് ആവും. അപ്പൊ അതുകൊണ്ട് അത് നല്ലപോലെ ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. ഞാൻ ആകെ ഗ്ലിറ്റർ പെൻ മാത്രമേ യൂസ് ചെയ്തുള്ളൂ, പിങ്കും ബ്ലൂവും മാത്രം, പിന്നെ ഒരു ഗോൾഡൻ കളറും. ഈ 3 ഗ്ലിറ്റർ പെൻ വെച്ചിട്ടാണ് അണ്ടർലൈൻ ഒക്കെ ചെയ്ത് അങ്ങനെ ഇങ്ങനെ പോയത്. കാരണം സ്കെച്ച് പെൻ ഞാൻ ഫസ്റ്റ് ഒന്ന് എടുത്തപ്പോഴേക്കും എനിക്ക് മനസ്സിലായി ഇതിന്റെ കളർ ബാക്കിൽ വരും. ബാക്കിൽ എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ എന്തെങ്കിലും എഴുതാനോ പിക്ചർ ഒട്ടിക്കാനോ ഒക്കെ പോകുന്നിടത്തായിരിക്കും ഇതിന്റെ കളർ ഇങ്ങനെ കാണാം, തെളിഞ്ഞു കാണാം. അപ്പൊ അതൊക്കെ ഇപ്പൊ കിഡ്സ് ആക്ടിവിറ്റി ബുക്ക് വരുമ്പോ അതിനകത്ത് നമുക്ക് കുറെ കളർ ചെയ്യാൻ, കിഡ്സ് ആക്ടിവിറ്റി ബുക്ക് അല്ല, റൈമും സ്റ്റോറിക്കും ഓരോന്നിനും ഓരോ പിക്ചർ നമ്മൾ ഒട്ടിക്കുവോ വരയ്ക്കുവോ എന്നിട്ട് കളർ ചെയ്യുകയൊക്കെ ചെയ്യണം. അപ്പൊ ക്രയോൺസ് ആണ് അല്ലെങ്കിൽ ഓയിൽ പേസ്റ്റൽസ് ആണ് കൂടുതൽ പറഞ്ഞിട്ടുള്ളത്. ക്രയോൺസ് ആകുമ്പോൾ ഇങ്ങനെ അതിന്റെ തരികൾ കാണും. ഓയിൽ പേസ്റ്റൽസ് ആകുമ്പോൾ അതിന്റെ കൂടെ ഒരു ഇങ്ങനെ സ്ക്രിബർ പോലെ ഒരു സാധനം കിട്ടുമല്ലോ, അത് വെച്ച് നമുക്ക് എക്സസ് ആയിട്ടുള്ള വാക്സ് ഒക്കെ നമുക്ക് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഫൈൻ ആയിട്ടിരിക്കും. എത്ര വർഷം കഴിഞ്ഞാലും അത് ഫൈൻ ആയിട്ടിരിക്കും. ഓക്കെ ഫൈൻ, നമുക്ക് അതിന്റെ ചെയ്യാൻ ആരാ സൈൻ ഔട്ട് ഉണ്ടോ? പ്ലീസ്. Thank you, ma'am, for your dedication and patience to listen to our doubts till we are crystal clear with the concept. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. Thank you.